السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, വോയിസ് ക്ലിയർ ആണോ? നല്ല മഴ പെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ, ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ ഈ സമയത്ത് നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതാണ്. നമുക്കറിയാം, നമ്മളൊക്കെ പലപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി നേടുക എന്നുള്ളത്. ചെറുപ്പം മുതൽ തന്നെ പലരും അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും ആയിട്ട് കേട്ടിട്ടുണ്ട് സർക്കാർ ജോലിയുടെ മഹത്വങ്ങളും ഒക്കെ ആയിട്ടോ. എന്നാൽ പലപ്പോഴും ഇത് വിദ്യാർത്ഥികളായ ഒരുപാട് ആളുകൾ പഠിക്കാൻ എല്ലാ മെറ്റീരിയലുകളും കയ്യിലുണ്ടാകും, എല്ലാ ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ലഭിക്കുന്ന എല്ലാ ഗൈഡുകളും അതൊക്കെ സംഭരിച്ചു വെച്ച് എങ്ങനെ പഠിക്കണം എന്നറിയാതെ പല സമയങ്ങളിലും ഒരു കൃത്യമായ പ്ലാൻ ഇല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. സത്യം പറഞ്ഞാല് ഏത് ജോലിയുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ ഏതൊരു സ്വപ്നങ്ങളുടെയും അടിസ്ഥാനം നിരന്തരമായ പരിശ്രമങ്ങളാണ്. ഇപ്പോ നമ്മുടെ മുന്നില് വന്നിരിക്കുന്നത് യു പി സ്കൂളിൽ എങ്ങനെ ഒരു സർക്കാർ അറബിക് അധ്യാപകനായി മാറാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഈ ഒരു ജോലി നേടിയെടുക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് കൃത്യമായി ഇവിടെ ബോധ്യപ്പെടുത്തപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു എയ്ഡഡ് സ്കൂളിൽ കൃത്യമായി ഒരു LP അല്ലെങ്കിൽ UP അറബിക് അധ്യാപക പോസ്റ്റിൽ നമുക്ക് നിയമനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സമർപ്പിക്കേണ്ട ഓരോ മാനേജ്മെന്റും പറയുന്ന പൈസ എന്ന് പറയുന്നത് 40-45 ലക്ഷം രൂപയൊക്കെയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാം. നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടും സ്ഥലവും വിറ്റാൽ പോലും ഈ പൈസ കിട്ടൂല. അല്ലെങ്കിൽ അവളുടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉപ്പ കൊടുത്ത സമ്പത്ത് ഒരു 50 പവൻ സ്വർണം അല്ലെങ്കിൽ അതിനോട് തത്തുല്യമായ എന്തെങ്കിലും അവൾക്ക് അവളുടെ പിതാവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കയ്യിലുള്ള മൊത്തം സമ്പത്ത് പോലും ഒന്ന് വിറ്റ് ഒരു ജോലി നേടണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് PSC എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് ഇതേ ജോലിക്കാണ് 40-45 ലക്ഷവും കൊടുക്കുന്നത്. അടുത്ത് LP അറബിക് അധ്യാപകനായി എൻ്റെ ഒരു സുഹൃത്ത് ജോലിയിൽ കയറിയത് 40 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. 40 ലക്ഷം. കരുവാരക്കുണ്ട് ഭാഗത്തുള്ള ഒരു സ്കൂളിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. എന്നാൽ ഈ ഒരു 40 ലക്ഷവും 45 ലക്ഷം ഒന്നും കൊടുക്കാതെ വളരെ സിമ്പിളായി എങ്ങനെ ഒരു ജോലി നേടാം എന്നുള്ളതിന്റെ പ്രസക്തിയിലേക്കാണ് ഇവിടെ അൽക്കലം അക്കാദമി നിങ്ങളൊക്കെ വിളിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പലപ്പോഴും പല കോച്ചിങ്ങുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ പല നിലക്കുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളുടെ മുന്നിലുണ്ട്. ഫീ അങ്ങോട്ട് കൊടുത്തിടും. 100, 200, 300, 400 ആളുകളൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യും. അവര് കൃത്യമായി നോട്ട്സുകൾ ഇങ്ങനെ പലപ്പോഴും അയച്ചു തരും. എന്നോ റെക്കോർഡ് ചെയ്ത കുറെ വീഡിയോകളും അയച്ചു തരും. എന്നിട്ട്
7,000 8,000 രൂപ ഒക്കെ കൊടുത്ത് നമ്മൾ അതിന്റെ അപ്ലിക്കേഷനിൽ കയറുന്നു. അപ്ലിക്കേഷന്റെ വഴിക്ക് നടക്കുന്നു, നമ്മൾ നമ്മളുടെ ലോകത്ത് നടക്കുന്നു. കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാതെ ഈ ഒരു PSC നേടുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ UP സ്കൂളിൽ അധ്യാപകനായി നമ്മുടെ ഈ മുന്നിലുള്ള ഈ PSCയിൽ അതിൽ വളരെ സിമ്പിളായി വളരെ പ്ലാനിങ്ങോട് കൂടെ എഴുതി റാങ്ക് ലിസ്റ്റിന്റെ തുടക്കത്തിൽ തന്നെ ഇടം പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകുന്ന ശമ്പളം എന്ന് പറയുന്നത് 35,600 രൂപയാണ്. 35,600 ടു 75,400 ഇതിന്റെ സാലറിയുടെ സ്കെയില്. 35,600 എന്ന് പറഞ്ഞാൽ അതിലേക്ക് TA-യും DA ഒക്കെ കൂട്ടി നമ്മുടെ കയ്യിൽ ഏകദേശം 40,000 രൂപയുടെ അടുത്ത്, വളരെ 300-400 രൂപയുടെ കുറവ് മാത്രമാണ് ഉണ്ടാവുക. അത്രയും വലിയൊരു സംഖ്യ കേവലം നമ്മുടെ പണി എന്തെന്ന് ചോദിച്ചാൽ ഒരു 4-5 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കഷ്ടപ്പെട്ട് ഈ ജോലിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. എങ്ങനെ ഇറങ്ങൽ? 3 മാസോ 4 മാസോ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ഷെഡ്യൂളോടുകൂടെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതിൻ്റെയൊക്കെ അപ്പുറം ഏത് ജില്ലയിൽ അപേക്ഷിക്കണം, ഏത് ജില്ലയിൽ അപേക്ഷിച്ചാലാണ് കൂടുതൽ ആളുകൾക്ക് നിയമനം കിട്ടുക എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മുടെ ബോധ്യത്തോടുകൂടെ ഇതൊക്കെ ചെയ്യണം. മുമ്പ് ഞാനൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ സർവീസിൽ കയറുന്ന സമയത്ത് അതേ സമയം നടന്ന ഇടുക്കി പോലെയുള്ള ജില്ലകള്, പത്തനംതിട്ട പോലെയുള്ള ജില്ലകളില് നമ്മുടെ അതേ കാറ്റഗറിയിൽ എക്സാം നടന്നിട്ട് ആ കാറ്റഗറിയിൽ ഇടുക്കി ജില്ലയിൽ പരീക്ഷ എഴുതിയ സഹോദരൻ വലിയ മാർക്ക് വാങ്ങി. ആ വലിയ മാർക്ക് വാങ്ങിയ ആ സഹോദരൻ ആ ജില്ലയിൽ, ഈ ഇടുക്കി ജില്ലയിൽ 4-5 പേര് പോലും നിയമിക്കപ്പെടാതെ ആ റാങ്ക് ലിസ്റ്റിൽ കട്ടായി. അദ്ദേഹത്തിന് ഏകദേശം 50 ചില്ലാനം മാർക്ക് ഉണ്ടായിരുന്നു. അന്നൊക്കെ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. 35 മാർക്കാണ് അന്ന് കട്ട് ഓഫ് വന്നത്. എന്നാൽ അതേസമയം ഞാൻ അന്ന് അപേക്ഷിച്ചിരുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 36-37 മാർക്കുള്ള വിദ്യാർത്ഥികൾ വരെ ആ റാങ്ക് ലിസ്റ്റിൽ ഇടം പറ്റുകയും ജോലി നേടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന ജില്ലയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് നമ്മുടെ പഠനവും അധ്വാനവും തന്നെയാണ്. നമ്മൾ വെബിനാറിന്റെ തുടക്കത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി കൊടുത്തിരുന്നു, ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നുള്ളത്. അതിനെപ്പറ്റി ഒരു ചെറിയ വിവരണമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ അതിനെപ്പറ്റി പൂർണ്ണമായ ഒരു വിശദീകരണം നൽകും. അതിൻ്റെ ഒക്കെ അപ്പുറം ഇത്രയും വളരെ സുഗമമായിട്ട് ഒരു 2-3 മാസം കഷ്ടപ്പെട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായി ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം നമ്മുടെ മുന്നിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കും. 35,600 രൂപ, അതായത് 40,000 രൂപ നമ്മളുടെ കയ്യിൽ മാസം കിട്ടുമ്പോൾ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സുഗമമായിട്ട് ഒരു കുടുംബജീവിതം നമ്മുടെ നാട്ടിൽ, നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ പോയിന്റ് നമ്മുടെ നാട്ടിലാണ്. രണ്ടാമത്തത്, കൂടുതൽ മാർക്കൊക്കെ വാങ്ങി റാങ്ക് ലിസ്റ്റിന്റെ മുന്നിൽ ടോപ്പിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടിന്റെ അടുത്ത്. ഒന്നുകൂടി ടോപ്പ് മാർക്ക് വന്നാൽ നമ്മൾ പഠിച്ച നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ, നമ്മളൊക്കെ തറയും പറയും പഠിച്ച സ്കൂളിലേക്ക്, ആ സ്കൂളിലേക്ക്, നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള സ്കൂളിലേക്ക് അവിടുത്തെ അറബി അധ്യാപകനായി അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭിമാനം അത് പറഞ്ഞറിയിക്കാവുന്നതാണ്. നമുക്കൊരിക്കലും ആ ഒരു സാഹചര്യം എത്തുമ്പോഴാണ് അതിന്റെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് കേവലം ഒരു വർഷം നമ്മുടെ ശമ്പളം കയ്യിൽ കിട്ടുന്നതോടുകൂടെ ജൂൺ 1 ജോയിൻ ചെയ്യുന്ന ഒരു അധ്യാപകൻ, 2024 ജൂൺ 1 ജോയിൻ ചെയ്ത അധ്യാപകൻ 2025 ആകുമ്പോഴേക്കും വീണ്ടും അവന്റെ ശമ്പളം വർദ്ധിക്കുകയാണ്. 900 രൂപ ആദ്യത്തെ വർഷം തന്നെ വർദ്ധിപ്പിക്കണം സർക്കാർ. ജൂൺ 1 ആകുമ്പോഴേക്കും നമ്മൾ കൃത്യമായിട്ട് 2025 ജൂൺ 1 ആകുമ്പോഴേക്കും
നമ്മുടെ ശമ്പളം നേരത്തെ വാങ്ങിയതിനേക്കാൾ 900 രൂപ വർദ്ധിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. അടുത്ത വർഷമാകുമ്പോൾ അത് 1000 രൂപയാകാണ്. അതിന്റെ അടുത്ത വർഷം കഴിയുമ്പോൾ 1100 രൂപയാകുന്നു, പിന്നെ 1200 ആകുന്നു, 1300 ആകുന്നു. ഇങ്ങനെ പോയി അവസാനം അള്ളാഹു നമുക്ക് ആയുസ്സും ദീർഘായുസ്സും നൽകിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 75,400 രൂപ, ഏകദേശം അതിന്റെ 80,000 നമ്മൾ ടോട്ടൽ സാലറി എടുക്കുമ്പോൾ 1,00,000 രൂപയുടെ അടുത്തോളം കേവലം ഒരു LP UP അറബി അധ്യാപകന് മാത്രം നേടാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കോളേജും ഇവിടെയൊക്കെ അധ്യാപകരായി നിൽക്കുന്നവർക്ക് വാങ്ങാവുന്ന ശമ്പളം എത്രമാത്രം ഉണ്ടാകും എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കിയല്ലോ. മുമ്പ് എൻ്റെ ഒരു അധ്യാപകൻ BEdന് പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് തമാശയോടെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ശമ്പളം 1.5 ലക്ഷം രൂപയോളം മാസം അദ്ദേഹം ശമ്പളം വാങ്ങുന്ന ആളാണ്. മുമ്പൊരു തമാശയിൽ പറയല്ലേ, ഞാൻ ഈ മാസം ശമ്പളം ചാക്കിൽ കെട്ടിയിട്ടാണ് പെരീക്ക് കൊടുക്കുന്നത്. ഇത്രയും നല്ലൊരു സ്വപ്നം കാണാവുന്ന രീതിയിലുള്ള ഒരു ശമ്പളം നമ്മുടെ മുന്നിൽ നൽകുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ സൗഭാഗ്യമാണ്. നമുക്കറിയാം പ്രവാസ ലോകത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രമാത്രം ഉണ്ട് എന്ന് പ്രവാസികൾക്കും പ്രവാസം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാർക്കൊക്കെ നമുക്കറിയാവുന്നതാണ്. പലപ്പോഴും ജീവിക്കാൻ മറന്നുപോകാം. ഇതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് അൽഹംദുലില്ലാഹ് നാട്ടിൽ സ്വന്തമായി ഒരു ജോലി ഉണ്ട്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ കുടുംബം സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ആരെയും പ്രതീക്ഷിക്കാതെയും അതുപോലെ തന്നെ ആരെയും മുന്നിൽ വിട്ടുമുടക്കാതെ നമുക്ക് സിമ്പിളായി നമ്മുടെ ജീവിതം ആരുടെ മുന്നിലും തുറന്നു കാട്ടാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഇതിന്റെ ലാഭം എന്ന് പറയുന്നത്. അതിൻ്റെ ഒക്കെ അപ്പുറം നമുക്ക് സമൂഹത്തിൽ നാളെ ലഭിക്കുന്ന ഒരു അന്തസ്സുണ്ട്. അയാള് സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ അവള് സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുമ്പോ നാളെ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളൊരു പിതാവാകുമ്പോ അല്ലെങ്കിൽ ഒരു മാതാവാകുമ്പോ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനുണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്. ഇതൊക്കെ ഈ ഒരു സമൂഹം നമുക്ക് നൽകുന്ന വലിയ ഒരു തൗഫീഖും അതൊരു ഭാഗ്യവും തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതിലേക്കുള്ളൊരു മോട്ടിവേഷനാണ്. ഇത്രയും അധികം പ്രാധാന്യം നമ്മൾ നൽകണം. എത്രമാത്രം നമ്മുടെ വീട് അടുത്തുള്ള സ്കൂളിൽ കിട്ടണം എന്ന് ആഗ്രഹമുണ്ടോ അത്ര തോന്നെ നമ്മൾ പഠിക്കണം. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ നമ്മൾ സർവീസിൽ കയറാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഉത്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മാക്സിമം മറ്റുള്ളവർ പഠനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പഠനം തുടങ്ങണം. കേവലം പരീക്ഷയാകുമ്പോൾ 1 മാസം 1.5 മാസം കൂടുമ്പോൾ തട്ടിക്കൂട്ടി എന്തെങ്കിലും പഠിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ല. ഈ കഴിഞ്ഞ UP എക്സാം 3000 ചില്ലാനം ആളുകളാണ് മലപ്പുറം ജില്ലയിൽ എഴുതിയിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, 3000 ചില്ലാനം ആളുകൾ മലപ്പുറം ജില്ലയിൽ ഈ പ്രാവശ്യം UP എക്സാം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നമ്മളെക്കാൾ കഴിവുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ മെറ്റീരിയൽസ് ഉള്ള സാഹചര്യം, പഠിക്കാൻ സാഹചര്യമുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ കേവലം 50ഉം 100ഉം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മത്സരിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലക്ഷ്യങ്ങളൊന്നും നമുക്ക് നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായി അൽക്കലം അക്കാദമി നേരത്തെ തന്നെ ഇതിന്റെ പഠനം കൃത്യമായ പ്ലാനിങ്ങിലൂടെ തുടങ്ങുകയാണ്. എന്നെ പലർക്കും പരിചയം ഉണ്ടാകും. അൽവിദായ അക്കാദമിയിലൊക്കെ പലപ്പോഴും ക്ലാസ്സുകൾ നമ്മൾ സേവനമായിട്ട് എടുത്തിട്ടുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും ഒക്കെ കഴിഞ്ഞ PSC സമയങ്ങളിലൊക്കെ ലൈവായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഒരുപാട് സംഘടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ നല്ല നിലയിൽ ഈ ഒരു മുന്നേറ്റം നമുക്ക് സാധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ പഠനം, നമുക്ക് ജീവിതം ആരംഭിക്കണം. പല ലിസ്റ്റുകൾ എഴുതിയിട്ട് നിരാശരായി ഒന്നിനും സാധിച്ചില്ല എന്നുള്ള നിലക്ക് നമ്മളൊക്കെ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ നിലവിലെ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് പറയുകയാണ്.
നമ്മളൊക്കെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠനം 4 ദിവസം കൊണ്ട് തുടങ്ങും, 4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മുടെ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലൊക്കെ എനിക്ക് ഒരു അറബിക് സർക്കാർ അധ്യാപകനാകണം എന്നുള്ളൊരു സ്വപ്നം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയതായി വേണ്ടത് ഒരു ഉറച്ച നെയ്യത്താണ്. ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് വരുന്നത് വരെ നാളത്തെ ഒരു സമയം വരെ പൂർണ്ണമായും കൃത്യമായ പരിശ്രമത്തിലും പ്ലാനിങ്ങിലുമായിട്ട് ഞാൻ ഈ പരീക്ഷയ്ക്ക് പൂർണ്ണമായും തയ്യാറായി നിൽക്കും എന്നുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാണ് ഏറ്റവും പ്രധാനം. ലികുല്ലിൻ ഇലാ ശഅവൽ ഉലാ ഹരികാത്തുൻ വലാകിൻ അസീസും ഫിൽ അനാമി സബാത്തു എന്ന് ഒരു കവി പാടിയതുപോലെ പഠിക്കാൻ എല്ലാവരും തുടങ്ങി വെക്കും. PSCയുടെ പല കോച്ചിങ്ങുകളിലും പോയി എല്ലാവരും ജോയിൻ ചെയ്യും. 4000, 3000, 5000, 6000 രൂപയൊക്കെ കൊടുത്ത് ജോയിൻ ചെയ്ത്, ഞാൻ PSCക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പില് പഠിക്കലും തുടങ്ങിയിട്ടില്ല. ക്ലാസ് അവിടുത്തെ സാർമാർ ഇങ്ങനെ എടുക്കുന്നുണ്ട്, PDF അയക്കുന്നുണ്ട്, വീഡിയോ ലിങ്ക് ഒക്കെ അയക്കുന്നുണ്ട്. ഞാൻ ഉഷാറായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒക്കെ എന്റെ സാധനം കയ്യിലുണ്ട്, എല്ലാവരുടെയും സാധനം കയ്യിലുണ്ട് എന്ന് പറയാ എന്നല്ലാതെ ഈ സാധനം ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ്സും ഈ PDF-ഉം കൃത്യമായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകളും കൃത്യമായി ഉപയോഗപ്പെടുത്തിയോ എന്നുള്ളത് നമ്മളാണ് വിചിന്തനം ചെയ്യേണ്ടത്. അപ്പൊ ഈ കവി പറയുന്നത് ലികുല്ലിൻ ഇലാ ശഅവൽ ഉലാ ഹരികാത്സ്, എല്ലാവർക്കും വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. PSC നേടണം, എങ്ങനെയെങ്കിലും സർക്കാർ ജോലി നേടണം, ഗൾഫിലെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് എത്തണം, ആളുകളുടെ മുന്നിൽ ഒന്ന് അന്തസ്സോടെ ഒന്ന് നെഞ്ചും വിരിച്ച് നടക്കണം, അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ, അല്ലെങ്കിൽ എന്നെ നാണം കെടുത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ, നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിച്ചവരുടെ മുന്നിൽ നെഞ്ചുയർത്തി ഒന്ന് നടക്കണം. എല്ലാവരുടെയും സ്വപ്നമാണ്. ഈ സ്വപ്നം നേടാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഓരോരുത്തർക്കും സ്റ്റെപ്പുകളുണ്ട്. എന്നിട്ട് കവി പറയുന്ന അടുത്ത വാക്ക് അതാണ് വളരെ പ്രധാനപ്പെട്ടത്. വലാക്കിൻ ഖലീലും ഫിൽ അനാമി സബാത്തു എന്നാണ്. സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആരും നിൽക്കാറില്ല. 1000 പേര് PSCയുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകും, പൈസ ഒക്കെ കൊടുത്തിട്ട് 1000 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. 7000, 8000 രൂപ കൊടുത്ത് ജോയിൻ ചെയ്തവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ വലാക്കിൻ ഖലീലും ഫിൽ അനാമി സബാത്തു, വളരെ കുറച്ച് ആളുകൾ മാത്രമേ നാളത്തെ ഡേറ്റ് മുതൽ എൻ്റെ PSCയുടെ പഠനം ഞങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് മുതൽ ആ ഡേറ്റ് മുതൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിന്റെ തലേ വരെയുള്ള ദിവസം വരെ കൃത്യമായി പ്ലാനിങ്ങോട് കൂടെ പഠനം നിർത്തുന്നവർക്ക് മാത്രമാണ് സർക്കാർ ജോലി എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ അടുത്ത് കഴിഞ്ഞ ഓരോ എക്സാമുകളും പല നിലക്ക് നമ്മൾ ഹൈസ്കൂൾ എഴുതിയവരുണ്ട്, തൊട്ടടുത്ത LP മലപ്പുറം എഴുതിയവർ, കോഴിക്കോട് ജില്ലകൾ, നിരവധി ജില്ലകൾ എഴുതി. നമ്മളെ പല നിലക്കും PSC പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പരീക്ഷയിൽ അദബ് തീരെ ഇല്ല, അടുത്ത പരീക്ഷയിൽ നെഹവിന്റെ പൂരാണ്, അതിൽ അദബൊന്നുമില്ല. അടുത്ത പരീക്ഷയിലോ ബലാഹക്ക് കൂടുതൽ പ്രാധാന്യം. പിറ്റത്തെ പരീക്ഷയ്ക്ക് എന്നാൽ ഒന്നുകൂടി നന്നായിട്ട് എല്ലാം ഒന്നുകൂടി ലിറ്ററേച്ചറിന്റെ ഭാഗം കൂടുതൽ നോക്കാം എന്ന് വിചാരിച്ച് പോയപ്പോഴോ പെഡഗോഗി കൊണ്ട് പൂരം. ഇങ്ങനെ ഓരോ പരീക്ഷയ്ക്കും നമ്മളെ കോമാളിയാക്കുന്ന രൂപത്തിലാണ് PSC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും നമ്മൾ സമ്പന്നരാകുക എന്നുള്ളതല്ലാതെ ഇതിനൊരു വേറെ പോംവയില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ, കവി പറഞ്ഞതുപോലെ, ആ ഖലീലും ഫിൽ അനാമി സബാത്തു, ഞാൻ എൻ്റെ മുന്നിലുള്ള ഈ 5 മാസവും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. എനിക്ക് ആദ്യത്തെ എങ്ങനെയെങ്കിലും 10 റാങ്കിൽ കയറി പറ്റണം. എന്നിട്ട് ഏറ്റവും ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ചാർട്ടിൽ 10 ആളുകൾക്ക് ആ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് നൽകുമ്പോൾ ആ 10 ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് പെടാൻ സാധിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ പണിയെടുക്കുന്നവർക്ക് മാത്രമേ നമുക്ക് വിജയം കണക്കാക്കാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അൽക്കലം അക്കാദമിയിൽ വന്നു എന്ന് വിചാരിച്ച്, ഞാൻ ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടെ ആരും വരരുത്. നമ്മുടെ പരിശ്രമം കൂടി വജിദ്ദ ഫിത്തില ബിജിദ്ദൻ അയ്യജിദ് എന്ന് പറഞ്ഞ് നമ്മളെ പരിശ്രമം നന്നായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഉലായിക്കൽ മുഖറബൂൻ എന്ന ആയത്ത് നമ്മളിങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി എടുക്കുന്നല്ല. അത് പരലോകത്തിന്റെ ജീവിതത്തിനെ പറ്റി പറഞ്ഞതാണെങ്കിലും ഇവിടെയും ഒന്ന് ആലോചിച്ച് നോക്കുക. കഷ്ടപ്പെട്ട് മത്സരിച്ച് പഠിച്ച ആളുകൾ, വസാബിക്കൂൻ
അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച ആളുകൾ തന്നെയാണ് ഉലായിക്കൽ മുഖറബുൻ, PSC ലിസ്റ്റിൽ ഫസ്റ്റിൽ വരുന്ന ആളുകൾ. പഠിച്ചവർക്ക് തന്നെ കിട്ടുള്ളൂ. കഷ്ടപ്പെട്ട് പഠിച്ചവർക്ക് മാത്രമുള്ളതാണ്. അവിടെ ജോലിയോട് അടുത്ത ആൾക്കാരെ ഉലായിക്കൽ മുഖറബുൻ ഈ 6 മാസവും പ്ലാനോട് കൂടെ ഉപയോഗപ്പെടുത്തിയവരെന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പഠനം നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ അൽക്കലാം അക്കാദമിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. കുറെ ആളുകളെ ഉണ്ടാക്കലല്ല, ഉള്ള ആളുകൾക്ക് കൃത്യമായി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് കൃത്യമായി അവരുടെ പഠനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നിലവിലുള്ള നമ്മുടെ കേരളത്തിലെ PSCയുടെ സ്റ്റാറ്റസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഓരോ ജില്ലകളെ പറ്റി മനസ്സിലാക്കണം. ഇപ്പൊ നിലവിൽ നമുക്കൊക്കെ അറിയാം, LP, UP, ഹൈസ്കൂള് പല ജില്ലകളും എക്സാം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ജില്ലകൾ ഉണ്ട്. ഷോർട്ട് ലിസ്റ്റ് വന്ന് ഉടൻ തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിലവിൽ PSCയിലെ LPയിൽ മലപ്പുറം ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കാം. 300ഓളം പേര് അടങ്ങുന്ന വിശാലമായ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ LPയുടെ റാങ്ക് ലിസ്റ്റ് ഇൻഷാ അല്ലാഹ് എക്സാം കഴിഞ്ഞ് ഉടനെ വരാൻ നിൽക്കാം. കൊല്ലം ജില്ലയിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-20ഓളം ആള് നിയമനം കിട്ടി എന്നുള്ളതാണ് എൻ്റെ അറിവ്. നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലും റാങ്ക് ലിസ്റ്റ് വന്നു, നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ നിയമനം തുടങ്ങി, ഈ പാലക്കാട് ജില്ല LP നിയമനം നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ല നിയമനം നടന്നുകൊണ്ടിരിക്കുന്നു, റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. കോഴിക്കോട് ജില്ലയിലും നിലവിൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡും നിലവിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കി തരുന്നത്, ഇനി നമ്മള് ഇത്രയും ജില്ലകൾ LP നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ള ജില്ലകളാണ്. ഇനി UPയിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുക. UPയിൽ പാലക്കാട് ജില്ല നിലവിൽ റാങ്ക് ലിസ്റ്റ് വന്ന് നിയമനങ്ങൾ തുടങ്ങി. പാലക്കാട് ജില്ല UP പാർട്ട് ടൈം നിയമനം തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പൊ ഈ നമ്മൾ വിളിച്ച 4 ജില്ലകൾ, കാസർഗോഡ്, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതുപോലെ ഇടുക്കി, പാലക്കാട്, 4 ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത്. നമ്മൾ എവിടെ അപേക്ഷിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ജില്ലയിലും അപേക്ഷിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ എത്രമാത്രം തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനേക്കാളൊക്കെ പ്രാധാന്യം. പലരും പേഴ്സണലായിട്ട് അന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ പലരും വിളിച്ചു ചോദിച്ചു. പിന്നെ ഒരു 9 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലായിട്ട് പറഞ്ഞു, പിന്നെ സാറേ ഇങ്ങനെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ആളുകൾ അപേക്ഷിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ കാസർഗോഡ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നിലവിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് എൻ്റെ ഒരു അന്വേഷണത്തിൽ നിന്നും ഞാൻ കണ്ടെത്തലിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, എനിക്ക് അത് തിരുവനന്തപുരം ജില്ലയിലെ DDയുമായിട്ട് സെഷൻ ഓഫീസറുമായിട്ട് സംസാരിച്ചിരുന്നു. അതുപോലെ എൻ്റെ വ്യത്യസ്ത ഈ ജില്ലകളിൽ ജോലിയിൽ സർവീസിലുള്ള UP അധ്യാപകരുമായിട്ടൊക്കെ ഈ വിഷയം സംസാരിച്ചപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത് കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള പാലക്കാട് ജില്ലയിലൊക്കെ തന്നെയാണ്. ഇതിന്റെ ഒക്കെ അപ്പുറം നിലവിൽ ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ 2 ഒഴിവുകളാണ്. പക്ഷേ ഈ കാസർഗോഡ് എന്നുള്ളതും അതുപോലെ തന്നെ പാലക്കാട്, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ LPയിൽ ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും UPയിൽ അത്ര കൂടുതൽ ഒഴിവുകൾ വരാറില്ല. കാരണം LPയിൽ ഒരു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏകദേശം 51 പേരോളം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് LPയിൽ തിരുവനന്തപുരം ജില്ല കയറിയിട്ട് കഠിനമായ പരിശ്രമം റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയതിന്റെ ബേസിലായിട്ടാണ് അവിടെ കയറിയിട്ടുള്ളത് 51 പേര്. പക്ഷേ അതിന്റെ മുൻ വർഷങ്ങളൊക്കെ വളരെ കുറച്ച് നിയമനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലൊക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാസർഗോഡും പാലക്കാടും തന്നെയാണ് കൂടുതൽ പോസ്റ്റ് വരാൻ സാധ്യത. പാലക്കാടിനേക്കാളും കൂടുതൽ ചിലപ്പോൾ കാസർഗോഡ് തന്നെ ആയിരിക്കും. കാരണം ഹയർ സെക്കൻഡറിയിൽ പോലും കഴിഞ്ഞ ഹൈസ്കൂൾ ലിസ്റ്റിൽ പോലും 20-24 അടുത്ത് ഏകദേശം ഹൈസ്കൂൾ നിയമനം നടന്നിട്ടുണ്ട്. 24-23 തോന്നുന്നുണ്ട്, കൃത്യമായി ഓർക്കുന്നില്ല. ഹൈസ്കൂൾ കാസർഗോഡ് ജില്ലയിൽ. അപ്പൊ UP ഏകദേശം അതിനേക്കാളും കൂടാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ നോട്ടിഫിക്കേഷനിൽ കൊടുത്ത എണ്ണൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെയൊക്കെ അപ്പുറം പാലക്കാട് ജില്ലയിലും നമ്മുടെ ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന, ചിലപ്പോൾ മലബാർ ഏരിയനോട് ചേർന്ന് നിൽക്കുന്ന പല ഏരിയകളും ഈ പാലക്കാട് ജില്ലയിലുണ്ട്.
അവിടെയും പോസ്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. തിരുവനന്തപുരം ജില്ലയിലും അതിനേക്കാളും കുഴപ്പമില്ലാത്തൊരു രൂപത്തിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് ജില്ലയിലും തെരഞ്ഞെടുത്താൽ, ഇടുക്കിയിൽ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ കഴിഞ്ഞ UP ലിസ്റ്റിൽ നിന്ന് ആകെ നിയമനം കിട്ടിയത് ഒരു പേരാണ്, ഒരാളാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന്. ആ റാങ്ക് ലിസ്റ്റ് കട്ടാവാൻ നേരത്ത് അവസാനം റാങ്ക് ലിസ്റ്റിലെ 1ാം റാങ്കുകാരന്റെ നമ്പർ ജോലി കിട്ടിയിട്ടുണ്ട്. എന്റെ സുഹൃത്തായ അഫ്സൽ സാറാണ് ഇടുക്കിയിൽ കഴിഞ്ഞ UP റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുള്ളത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ജില്ലയിൽ അപേക്ഷിച്ചു അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് കൂടുതൽ ഒഴിവുകൾ വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമ്മൾ ഈ പറഞ്ഞ കാസർഗോഡും പാലക്കാടും തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് കഴിഞ്ഞിട്ടേ പിന്നെ തിരുവനന്തപുരമൊക്കെ വരാൻ സാധ്യതയുള്ളൂ. കാരണം LP കഴിഞ്ഞാൽ പിന്നെ തീരെ UP യിലേക്ക് അറബി വിദ്യാർത്ഥികൾ പോകുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം ജില്ലകളില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ UP സ്കൂളാണ്. അവിടെയുള്ള സാർ ഇപ്പൊ 2026 അവിടെ റിട്ടയർമെന്റ്. നിലവിൽ ഇപ്പൊ ഏകദേശം ഒരു 5-6 ഒഴിവുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇനിയിപ്പോ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്ന 5-6 ഒഴിവുകൾ ഇപ്പൊ നിലവിൽ ഉണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്ന റിട്ടയർമെന്റ് ഒരുപാട് വർദ്ധിക്കുന്ന കാലം. അപ്പൊ 2024, 2025, 2026, 2027 എന്ന് പറഞ്ഞ റിട്ടയർമെന്റിന്റെ ഒരു പൂരാണ്. വലിയ ഒഴിവുകൾ അധ്യാപക മേഖലയിൽ സർക്കാർ ജോലിയിൽ വരാൻ കിടക്കാം. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ രീതിയിൽ താല്പര്യമുള്ള ഏത് ജില്ലയിൽ നിങ്ങൾ കൊടുത്താലും ആ ജില്ലയിലെ മാക്സിമം റാങ്ക് ലിസ്റ്റിൽ 1ാം ഘട്ടത്തിൽ തന്നെ വരാൻ വേണ്ടിയിട്ടുള്ള പഠനം നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ് രണ്ടാമത്തതും ഒന്നാമത്തതുമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ജില്ല പ്രധാനമാണ്, അതുപോലെ നിങ്ങളുടെ പഠനവും അധ്വാനവുമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുമാണ് വളരെ നേരത്തെ തന്നെ നമ്മുടെ അക്കാദമി, നേരത്തെ തന്നെ അൽക്കലം അക്കാദമി ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കുകയും ഇതിനു വേണ്ടിയിട്ട് കൃത്യമായ തട്ടിക്കൂട്ട് പരിപാടി ഇല്ലാതെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ചെയ്യുക എന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ ഇത്രയും ലിസ്റ്റുകൾ നിലവിൽ ഉള്ളത് കാരണം കൊണ്ട് തന്നെ LP ഞാൻ പറഞ്ഞു, മലപ്പുറം ജില്ല, തിരുവനന്തപുരം ജില്ല, കൊല്ലം, കോട്ടയം, പാലക്കാട്, തൃശ്ശൂര്, കണ്ണൂര്, കോഴിക്കോട്, ഏകദേശം 10 ജില്ലകളുടെ അടുത്തോളം നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട്, നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹൈസ്കൂൾ നമ്മൾ എടുത്തു നോക്കുക. മലപ്പുറം ജില്ല ഇപ്പൊ റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലുണ്ട്, മെയിൻ ലിസ്റ്റിലുണ്ട്. 68 പേരാണ് ഇട്ടിട്ടുള്ളത്. ഏകദേശം 1000-1200ഓളം ആളുകൾ അതിൽ എഴുതിയിട്ടുണ്ട് എക്സാം. മെയിൻ ലിസ്റ്റിൽ ആകെ 68 പേരാണ് ഇട്ടിട്ടുള്ളത്. അതിൽ തന്നെ സപ്ലിയിൽ 15 പേരും. അത് വളരെ കഷ്ടപ്പെട്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടെ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ വിശാലമായ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇതേ സമയത്ത് മലപ്പുറം ജില്ലയോടുകൂടെ എക്സാം നടന്ന കണ്ണൂര്, തിരുവനന്തപുരം ജില്ല, പാലക്കാട് ജില്ല കേവലം 10 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. 10 പേര്. അപ്പോ കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ലയിൽ 18 പേരാണ് നിയമനം കിട്ടിയിട്ടുള്ളത് ഹൈസ്കൂളിൽ, 18 പേര്. എന്നിട്ട് ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ 10 പേര്. അപ്പോൾ ഏതൊരു ജില്ലയിലും എക്സാം കഴിഞ്ഞ ഉടനെ ഷോർട്ട് ലിസ്റ്റിൽ പെട്ടാൽ ഉടനെ പണി നമ്മൾ തുടങ്ങണം. നമ്മളാണ് അവിടെ തീരുമാനിക്കേണ്ടത് എത്ര ആളുകൾ ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടണം എന്നുള്ളതിന്. ഓരോ സ്കൂളുകളിലും കയറി ചെന്ന് കൃത്യമായി പോസ്റ്റുകൾ ഉണ്ടാക്കി RTI കൊടുത്ത് ഉള്ള ഒഴിവുകൾ ആദ്യം DD-യിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്ത് കൃത്യമായി ചിട്ടയോടെ പ്രവർത്തനം നടത്തിയാൽ നമുക്ക് ഏത് ജില്ലയിലും നിയമനം കൂടുതൽ എണ്ണം വർദ്ധിപ്പിക്കാനൊക്കെ വളരെയധികം സഹായിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹൈസ്കൂള് ഈ 4 ജില്ലകൾ നിലവിലുണ്ട്. കാസർഗോഡേക്കും കോഴിക്കോട് ജില്ല ഇപ്പൊ എക്സാം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഷോർട്ട് ലിസ്റ്റ് അടുത്ത് വരും. ഏകദേശം 6 ജില്ലകളോളം ഹൈസ്കൂൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉടനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒക്കെ പുറമെ ഹയർ സെക്കൻഡറിയിൽ ഏകദേശം 15 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാകുമ്പോൾ നമ്മുടെ മുന്നിൽ ഇനി വരുന്ന UP എന്ന് പറയുന്നത് വലിയ ബുദ്ധിജീവികളും മിടുക്കന്മാരായ ആളുകൾ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ പല ജില്ലകളിലായിട്ട് ഈ പറഞ്ഞ 8-10 ജില്ലകളിൽ LP, UP, ഹൈസ്കൂളുകളായിട്ട് നിയമനം കിട്ടുമ്പോൾ നമ്മുടെ ഈ മുന്നിൽ വരുന്ന 4 ജില്ലയിലെ UP എക്സാമുകൾ നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ വലിയ മാർക്ക് വാങ്ങുന്ന പഠിക്കുന്നവരൊക്കെ പലരും പല ലിസ്റ്റുകളിലായിട്ട് കയറുമ്പോൾ നമുക്ക് ഇവിടെ കയറാനുള്ള ഒരു ചാൻസ് ലഭിക്കുകയാണ് എന്നുള്ളത്
നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതൊരു അവസരമാണ്, ഒരു സുവർണ അവസരം എന്ന് പറയുന്നത് പോലെ 10 ജില്ലകളിൽ LP നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ചിട്ടയുള്ള പ്രവർത്തനം അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. യു പി മാത്രമാണ് പല ജില്ലകളിലും വിളിക്കാത്ത. ഹൈസ്കൂളും ഏകദേശം ജില്ലകളൊക്കെ വിളിച്ച് നിയമനങ്ങൾ തുടങ്ങാൻ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോ നല്ല ചാൻസ് ആണ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇതിലും കയറിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ബസ്സിന് കയറലുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ, അതും 2027 വരുന്ന റിട്ടയർമെന്റ് കാലഘട്ടം, നിരവധി ഒഴിവുകളുടെ അധ്യാപക ലോകത്ത് സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് വരുന്ന കാലഘട്ടങ്ങളാണ് 2024, 25, 26, 27 വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതിന്റെ പ്രാധാന്യം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം നിങ്ങൾ ഗൗരവത്തോടെ എടുക്കുകയും നിങ്ങൾക്ക് കൃത്യമായ ഒരു പഠനത്തിന് വേണ്ടി ഇവിടെ അൽകലാം അക്കാദമി നിങ്ങൾക്കിവിടെ സാഹചര്യം ഒരുക്കി തരികയാണ്. അതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹമീദ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഹനീഫ ഹുദവി സാറ്, ഇവരൊക്കെ കൃത്യമായിട്ട് തരും. നിങ്ങൾ ഒരുപാട് ആളുകളുള്ള ഒരു കോച്ചിങ്ങിലേക്ക് പോകുന്നതിനേക്കാൾ അപ്പുറം വളരെ തുച്ഛം ഒരു പൈസ കൊടുത്തുകൊണ്ട് നല്ലൊരു നിലക്കുള്ള ഒരു സേവനം അൽകലം അക്കാദമി നിങ്ങൾക്ക് പൂർണ്ണമായും നൽകും എന്നുള്ള വിശ്വാസം ഞങ്ങൾ നിങ്ങളിലേക്ക് നൽകുകയാണ്. ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ഹമീദ് സാറ് നൽകും. നിലവിൽ 50ഓളം ആളുകൾ നമ്മുടെ LPയുടെ PSC കോച്ചിങ്ങിൽ കഴിഞ്ഞ വർഷം പഠിക്കുകയും ഇപ്പോ നെറ്റ് കോച്ചിങ്, അതുപോലെ തന്നെ ഈ വർഷം കേട്ടറ്റും ഒക്കെ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. വളരെ മറ്റുള്ള അക്കാദമികളൊക്കെ വാങ്ങുന്നതിനേക്കാൾ അതിൻ്റെയൊക്കെ നേരെ പകുതിയും വളരെ ഏറ്റവും കുറഞ്ഞ ഏതൊരാൾക്കും കൊടുത്ത് 5-6 മാസം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു എമൗണ്ട് മാത്രമാണ് അൽകലം അക്കാദമി ഇവിടെ വാങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് വിശദമായ വിവരങ്ങൾ നമ്മുടെ അമീർ സാർ ഇവിടെ നൽകും. അതിന് ഞങ്ങളൊക്കെ തയ്യാറായി സർക്കാർ ജോലി എന്ന സ്വപ്നത്തിന് വേണ്ടി ഞങ്ങളെ കൊണ്ട് അത് എത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ എനിക്ക്, അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് നിങ്ങളുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ വിചാരം. ഞങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കിട്ടിയ എക്സ്പീരിയൻസും ഹൈസ്കൂൾ റാങ്ക് ലിസ്റ്റിൽ ഇടം വരാൻ എങ്ങനെ ചെയ്തു എന്നുള്ളതും എങ്ങനെയാണ് സർക്കാർ ജോലിയിൽ കയറിയത് എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായ ഒരു ഫോളോ അപ്പ് നിങ്ങൾക്ക് കുറച്ച് ആളുകളാണെങ്കിൽ ആ കുറച്ച് ആളുകളെ കൃത്യമായി ശ്രദ്ധിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട്, എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ എന്ന മഹാനായ കവി പറഞ്ഞതുപോലെ നമുക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ കഷ്ടപ്പെടണം. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ജോലി ഒന്നുകൊണ്ട് കിട്ടുന്നവരെയുള്ള പ്രയാസമുള്ളൂ. അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടി സ്കൂളിലേക്കാണ്ട് കയറുമ്പോൾ അതിന്റെ ഒരു സുഖം, സർക്കാർ ജീവനക്കാരിൽ ഏറ്റവും സുഖത്തോടു കൂടെ ജീവിക്കുന്നത് അറബി അധ്യാപകരാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു രഹസ്യം. ഏറ്റവും സുഖവുമായിട്ട് ഒരു ടെൻഷൻ ഫ്രീ ഇല്ലാതെ ജോലി ചെയ്യുന്നത് അറബി അധ്യാപകരാണ്. കുട്ടികളുടെ മുന്നിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും 2 അറബിയിലെ പാട്ടും പാടി തമാശയും പറഞ്ഞ് കുറെ കഥകളും പറഞ്ഞ് നമ്മളെ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് പുഞ്ചിരി തൂകുന്ന മക്കളുടെ മുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നും ഒരേ ക്ലാസ്സിലെ ടീച്ചറിന്റെ കണക്കും മാത്സും ഫിസിക്സും ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് അറബി സാറ പീരീഡാണ് ഇപ്പോ, അല്ലെങ്കിൽ അറബിക്കിന്റെ പീരീഡാണ് എന്ന് നമ്മുടെ ഈ പിഞ്ചോമനകൾ നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന കുട്ടികൾക്ക് വലിയൊരു ആശ്വാസമാണ്. അവരുടെ മുന്നിൽ 2 പാട്ടും ചെറിയ കൊച്ചു കഥകളൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുമ്പോ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വളരെ സന്തോഷത്തോടു കൂടെ നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിൽ, നമുക്കറിയാം പലരും, പ്രത്യേകിച്ച് പല സഹോദരിമാർക്കൊക്കെ കുടുംബജീവിതം കൊണ്ട് പരാജയപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഭർത്താവിന് ജോലി ഇല്ലാത്തൊരു സാഹചര്യം, കുടുംബം വളരെയധികം പ്രയാസം കൊണ്ട് അനുഭവിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി ഒരു വീടുണ്ടാക്കി എങ്ങനെയെങ്കിലും ഒന്ന് കരകയറണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ച് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്ത് പ്രയാസപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ടാവും. ഇവരൊക്കെ നമ്മൾ ഈ കിട്ടുന്ന അവസരങ്ങൾ നാലാളെ മുന്നിൽ ഒരു പ്രയാസം വരുമ്പോ സ്വന്തം ബാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, ആങ്ങളെയാകട്ടെ, അയൽവാസിയാകട്ടെ, അവരുടെ മുന്നിലൊന്നും കൈ നീട്ടാതെ അള്ളാഹു നമുക്ക് നൽകുന്ന ഇസ്സത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാർ ജോലിയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. വർഷങ്ങളോളം ഗൾഫിൽ നിന്ന് പ്രവാസം കൊണ്ട് മക്കളെയും സ്വന്തം ഭാര്യയെയും ഉമ്മയെയും മരിച്ചാൽ പോലും സ്വന്തം മക്കളെ പോലും കാണാൻ പറ്റാതെ
അല്ലെങ്കിൽ സ്വന്തം ഉമ്മാനും ബാപ്പാനും പോലും മരിക്കുന്ന സമയത്ത് പോലും അവരുടെ സാന്നിധ്യത്തിലൊന്നും മക്കൾക്ക് ഉണ്ടാകാൻ പറ്റാത്ത രൂപത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രവാസ ലോകം നമുക്ക് നൽകുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ ഈ കേരളത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ജോലി ലഭിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ അവസരം ഉപയോഗപ്പെടുത്തും. ഇൻഷാ അള്ളാഹ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും പലർക്കും അറിയുന്നവരും അതുപോലെ തന്നെ നേരത്തെ പരിചയമുള്ളവരുമാണ്. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് മറ്റു വിശദമായ വിവരങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ അമീർ സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള അധ്യാപക ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാണ് ഇന്ന് ഈ വെബിനാർ സംഘടിപ്പിക്കുന്നത്, ഇതിന്റെ ആവശ്യകത എന്താണ് എന്ന് വളരെ വിശദമായി സലീം സാറ് നിങ്ങളോട് സംസാരിച്ചു. ഞാനതിൻ്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ അൽക്കലം അക്കാദമി എന്ന് പറയുന്ന ഈ അറബിക് PSC നെറ്റ് സെറ്റ് കേട്ടറ്റ് അതുമായി ബന്ധപ്പെട്ട അറബിക് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ കോച്ചിങ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറഞ്ഞ മാസങ്ങളായിട്ടേ ഉള്ളൂ. എങ്കിലും ഈ ഒരു മേഖലയിൽ ഇതിലുള്ള അധ്യാപകർ നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസോട് കൂടി ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, നമുക്ക് ലാസ്റ്റ് അത് വിശദീകരിക്കാം. അതുപോലെ നിലവിൽ ഇപ്പോൾ 4 ജില്ലകളിലേക്ക് UPSA വിളിച്ചത് എവിടെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം ഇൻഷാ അല്ലാഹ് ഈ വെബിനാറിന്റെ അവസാനത്തിൽ അത് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. ഏതായാലും ഞാൻ നമ്മുടെ അക്കാദമി ചെയ്യുന്ന കോഴ്സുകൾ, അക്കാദമിയിലെ ഫാക്കൽറ്റികൾ എന്നീ വിഷയങ്ങളെ കുറിച്ച് ഒരു ധാരണ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അൽക്കലം അക്കാദമി നിലവിൽ നടത്തുന്ന കോഴ്സുകൾ അത് PSC അറബിക്ക്, LPS, UPS, അതുപോലെ HSS, HSST, കൊളജിയേറ്റ്, അതുപോലെ കേട്ടറ്റ് അറബിക്ക് 3rd, 4th, സെറ്റ് അറബിക്ക്, നെറ്റ്, JRF അറബിക്ക്. നിലവിൽ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളെ കുറിച്ച് നിങ്ങളോട് പറയാം. നമ്മളൊരു 40 ദിവസത്തെ തീവ്ര പരിശീലനം സംഘടിപ്പിച്ചിരുന്നു. 599 രൂപയാണ് വാങ്ങിയിരുന്നത്. അതിൽ അൽഹംദുലില്ലാ ഒരുപാട് 100-നടുത്ത ആളുകൾ ആ ഒരു കോഴ്സിൽ പങ്കെടുത്തിരുന്നു. വളരെ നല്ല രീതിയിൽ അവർക്ക് ക്ലാസ്സുകൾ നൽകുകയും ഓരോ ക്ലാസ്സുകൾ ലൈവായി കൊടുക്കുകയും അതിൻ്റെ റെക്കോർഡുകൾ കൊടുത്തു. നമ്മളതിൻ്റെ മുഴുവൻ സിലബസ് കവർ ചെയ്തു. അതോടൊപ്പം അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ PYQ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു സെഷൻ കൂടി നാം അവർക്ക് കൊടുക്കുകയുണ്ടായി. അതുപോലെ എക്സാം ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം, അത്തരം ഓറിയന്റേഷൻ ഒക്കെ അവർക്ക് കൊടുത്തിരുന്നു. അതോടൊപ്പം നമ്മൾ 100 രൂപ ഫീസിൽ PYQ ഡിസ്കഷൻ, UPS PYQ ഡിസ്കഷൻ, ഒരു 20 ദിവസത്തെ കോഴ്സായിരുന്നു അത്. അപ്പൊ അതിൽ നേരത്തെ പഠനം തുടങ്ങിയവരും തുടങ്ങാത്തവരൊക്കെ ഇരുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിൽ മുൻകഴിഞ്ഞ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഓരോ ഭാഗം, ഓരോ യൂണിറ്റിൽ വന്ന ക്വസ്റ്റ്യനും ഓരോ ദിവസവും ചർച്ച ചെയ്യുകയും അവസാനത്തിൽ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുകയും ചെയ്തു. നല്ലൊരു രീതിയിൽ അവർക്ക് ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആ ഒരു കോഴ്സിലുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ തുടങ്ങിയ മറ്റൊരു കോഴ്സാണ് നെറ്റ് JRF അറബിക്ക്. 600 രൂപ മാത്രമേ നമ്മൾ അതിന് ഫീസ് വാങ്ങുന്നുള്ളൂ. നിലവിൽ ഈ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 മാസത്തോളമാണ് ഈ കോഴ്സിന്റെ കാലാവധി. നെറ്റ് എക്സാം ഇപ്പൊ അടുത്തല്ല, ആ എക്സാം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ബാച്ച് ഉണ്ടാവും. ഏതായാലും നെറ്റ് സിലബസ് ഈ വർഷം മാറിയിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടാണ് നെറ്റിന്, നമുക്കറിയാം PSCയിൽ നിന്നും വിഭിന്നമായിരിക്കും നെറ്റിന്റെ വിഷയങ്ങൾ. അപ്പൊ ആ രീതിയിൽ അതിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. യൂണിറ്റ് ടെസ്റ്റ്,
അതുപോലെ NDA മോഡൽ നെറ്റ് എക്സാം, NDA നെറ്റ് എക്സാമിന്റെ അതേ മോഡലിൽ OMR ഷീറ്റിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ എക്സാം എഴുതാം, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇനിയും ഇതിലേക്ക് വരാവുന്നതാണ്. 600 രൂപ മാത്രമേ ഫീസ് വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ കേട്ടറ്റ് അറബിക് കാറ്റഗറി 3/4 ഒരു 30 ദിവസത്തെ കോഴ്സ് നിലവിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്, തുടങ്ങിയിട്ടില്ല. 22-ാം തീയതി ഈ കോഴ്സ് ആരംഭിക്കും. നാളെ ഇതുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ ഉണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കേട്ടിട്ട് എഴുതുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്താൽ ഉപകാരമായിരിക്കും. ഇതിൽ നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റ്, അതുപോലെ PDF നോട്ട്സ്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഓരോ കുട്ടികളെ പ്രത്യേകം നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. ഫുൾ സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും. ഓരോന്നിനും എക്സ്പേർട്ട് ആയ അതത് വിഷയത്തിന്റെ അധ്യാപകരെ തന്നെ നിയമിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വെബിനാറിന്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരികയാണ്. നേരത്തെ സലീം സാർ പറഞ്ഞതുപോലെ UPSC വിളിച്ചിരിക്കുകയാണ്. 4 ജില്ലകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, സാറ് പറഞ്ഞു നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇരുന്ന് ഇതൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും. ഇതിന്റെ സിലബസ് നമ്മൾ ലാസ്റ്റിലേക്ക് ഒന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഡോക്ടർ ഹനീഫ് ഉദവി ഞങ്ങൾ വിശദീകരിക്കും. അപ്പൊ ഇത് നമ്മൾ ഇതിലെ ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ഡെയിലി ക്ലാസ് ഉണ്ടാവും. ഡെയിലി അല്ലെങ്കിലും ചിലപ്പോൾ ഏതായാലും എക്സാമിന് സമയമുണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ടേബിൾ വെച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കും. അതിന്റെ റെക്കോർഡിങ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. ഫാക്കൽറ്റീസ് ആരൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. PYQ ഡിസ്കഷൻ, മുൻകഴിഞ്ഞ വർഷങ്ങളിൽ വന്ന PSC ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അത് ഇതിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ടെസ്റ്റ് ഉണ്ടാവും. സിലബസിലുള്ള ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ആ യൂണിറ്റ് വെച്ചുകൊണ്ട് ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ PDF നോട്ട്സ്, PPT അല്ല, പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ PDF നോട്ട്സ് ഓരോ യൂണിറ്റ് ബേസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, നമുക്കറിയാം സർവ്വ PSC കോച്ചുകളിലും കണ്ടമാനം ആളുകൾ ചേരും എന്നല്ലാതെ ആളുകൾ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ശ്രദ്ധ അവർ കൊടുക്കില്ല. അപ്പൊ നമ്മൾ അതിന് വിപരീതമായിട്ട് ഓരോ കുട്ടികളെ അല്ലെങ്കിൽ ഓരോ പാർട്ടിസിപ്പൻസിനെ, പഠിതാക്കളെ വേണ്ട രീതിയിൽ അറ്റൻഷൻ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിർബന്ധമായിട്ടുണ്ടാവും. കഴിഞ്ഞ 40 ദിവസത്തെ കോഴ്സിൽ വേണ്ടത്ര രീതിക്ക് നമുക്ക് സാധിച്ചിട്ടില്ല, സമയം കുറവായിരുന്നു. എങ്കിലും ഇനി അടുത്ത ഈ വരാൻ പോകുന്ന എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല. ഏതായാലും അതിൽ നമ്മൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യും. പിന്നെ മോട്ടിവേഷൻ സെഷൻ, ഫുൾ സിലബസ് കവർ ചെയ്യും. ഇതിന്റെ GK, അതുപോലെ സ്കൂൾ പാഠപുസ്തകം, പെഡഗോഗി, അങ്ങനെ വരുന്ന മുഴുവൻ സിലബസ് നമ്മൾ കവർ ചെയ്യും. ഇതിന് നമ്മൾ 999 രൂപയാണ് ഫീസ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ ജൂൺ മാസത്തിന് മുമ്പ് ജോയിൻ ചെയ്യുന്നവർക്ക് 899 രൂപക്ക് നമ്മൾ ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നതായിരിക്കും. ഗൂഗിൾ പേ വഴിയൊക്കെ നിങ്ങൾക്ക് ഫീസ് അടക്കാം. നമുക്കറിയാം ഈ സർക്കാർ ജോലിയുടെ ശമ്പളം, അതുപോലെ അതിന്റെ ഗുണങ്ങളൊക്കെ സാറ് പറഞ്ഞു. അപ്പൊ ഈ ഒരു 899 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ ഇത് ഒരു പ്രയാസമാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കും. ഒരു ഷർട്ട് വാങ്ങുന്ന പൈസ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. പണ്ട് ഒരു വർക്ക്ഷോപ്പില് ഒരു വാഹനം കൊണ്ടുപോയി കൊടുത്തപ്പോ ചെറിയൊരു പണിയെടുത്തിട്ട് അയാള് അതിന് 100 രൂപ പറഞ്ഞു. ഒരു 2 മിനിറ്റിന്റെ ഉള്ളിലാണ് അദ്ദേഹം ആ ഒരു പണി തീർത്തത്. ആ സമയത്ത് 100 രൂപ പറഞ്ഞപ്പോ തിരിച്ച് അതിന് ഈ വാഹനം കൊണ്ടുപോയ ആള് ചോദിച്ചു, അതെന്താണ് നിങ്ങൾ ഇത്ര വലിയൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് ഈ ചെറിയൊരു പണിക്ക് വാങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പൊ മറുപടിയായിട്ട് ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ടാണുള്ളത് അദ്ദേഹം. അപ്പൊ നിങ്ങൾ എന്തിനാണ് അത്ര തുക വാങ്ങിയതെന്ന് ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ആ സ്ക്രൂ എവിടെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്, ഒരുപാട് കാലം അതിന് ചിലവഴിച്ചിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞു. എന്ന പോലെ നമ്മൾ ഈ ക്ലാസ് എടുക്കല് നമ്മൾ വളരെ കുറഞ്ഞ സമയത്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് തരിക, എങ്കിലും ഇതിന്റെ പിന്നിൽ നമുക്ക് ഒരുപാട് അധ്വാനങ്ങളുണ്ട്. 1 മണിക്കൂർ ക്ലാസ് എടുക്കണമെങ്കിൽ നാം അതിന്
ഒരു 2 മണിക്കൂർ പ്രിപ്പയർ ചെയ്യണം. അതിനു മുമ്പ് നാം ഒരുപാട് ഇതിനു വേണ്ടി പഠിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് മറ്റ് സ്ഥാപനങ്ങൾ വാങ്ങുന്നത് അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ വാങ്ങുന്ന ഫീസുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്താൽ അത് വലിയ ഫീസ് അല്ല, ഒരു ചെറിയ ഫീസാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ കൂടുതൽ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഫാക്കൽറ്റികൾ, ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റികൾ വളരെ കുറഞ്ഞ ആളുകളാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. എങ്കിലും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് തന്നെയാണ്. ഡോക്ടർ ഹനീഫ് ഉദവിയാണ്. അദ്ദേഹം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉദവി ബിരുദം വാങ്ങിയ ആളാണ്. ഉദവികളുടെ അറബിയുടെ കഴിവ് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ വർഷത്തെ കോളേജിയേറ്റ് റാങ്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 1ാം റാങ്ക് മുതൽ വളരെ ചെറിയ ലിസ്റ്റാണ്. അതിന്റെ ഒരു 50% ഞാൻ മനസ്സിലാക്കുന്നത് ഉദവികളും വാഫികളുമാണ് എന്നുള്ളതാണ്. അഥവാ അവരുടെ ലാംഗ്വേജിന്റെ സ്കില്ല്, അവരുടെ കഴിവ്, അതാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ പ്രകടമായത്. ഈ വർഷത്തെ കോളേജിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഇപ്പൊ വന്ന ആ ഒരു കോളേജിയറ്റ് എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരുന്നു. അപ്പൊ അതിൽ 1ാം റാങ്ക് വാങ്ങിയത് മുതൽ പല റാങ്കുകളിലും ഉള്ളത് ഉദവികളാണ്. അപ്പൊ അറബി ഭാഷയിൽ വളരെ നല്ല സ്കില്ല് നൽകുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം നജ്മുദ്ദീൻ എർബാക്കൻ യൂണിവേഴ്സിറ്റി തുർക്കിയിൽ ഫെലോഷിപ്പോട് കൂടി അവിടുന്ന് PhD പൂർത്തിയാക്കി. അതുപോലെ MA അറബിക്ക്, BA അഫ്സലുൽ ഉലമ, BA ഇംഗ്ലീഷ് ഒക്കെ ഉള്ള ആളാണ്. അതോടൊപ്പം PSC റാങ്ക് ഹോൾഡറാണ്. കഴിഞ്ഞ കാസർഗോഡ് ലിസ്റ്റിലുള്ള ആളാണ്. ഒരു ട്രാൻസ്ലേറ്റർ കൂടിയാണ്. വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ നമ്മുടെ ആ ഒരു 40 ദിവസത്തെ കോഴ്സിലും അതുപോലെ നമ്മുടെ PYQ സെഷനിലൊക്കെ നന്നായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത അധ്യാപകനാണ് അദ്ദേഹം. മറ്റൊന്ന് നിങ്ങളോട് ഇപ്പൊ സംസാരിച്ച സലീം ദാരിമിയാണ്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഗവൺമെന്റ് അധ്യാപകനാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്കൂൾ നിലയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളിലൊക്കെ റാങ്ക് വാങ്ങിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. MA അറബിക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. അതുപോലെ BA ഡിഗ്രി TMG കോളേജിൽ നിന്ന് പൂർത്തിയാക്കി. അതുപോലെ B.Ed ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് കാലിക്കറ്റിൽ നിന്ന് അദ്ദേഹം പൂർത്തിയാക്കി. സെറ്റ്, കേട്ടറ്റ് ഒക്കെ യോഗ്യതയുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഇപ്പോൾ സ്കൂളിൽ അധ്യാപകനാണ് എന്നതിന് പുറമെ HSST മലപ്പുറം, അതുപോലെ മലപ്പുറം UPSA, അതുപോലെ UPSA പാലക്കാട്, ഇതിലൊക്കെ അദ്ദേഹം റാങ്ക് ലിസ്റ്റിലുണ്ട്. പല റാങ്ക് ലിസ്റ്റിലും ഉണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നാം എല്ലാ റാങ്ക് ലിസ്റ്റിലും വരും എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം PhD സ്കോളറാണ്. PTM കോളേജിൽ നിലവിൽ ഇപ്പോൾ അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ പല ക്ലാസ്സുകളിലും അദ്ദേഹം കൈകാര്യം ചെയ്താണ്. ഒരുപാട് ഗ്രൂപ്പുകളുടെ അഡ്മിനൊക്കെയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ക്ലാസ് മുമ്പ് കേട്ടവർക്ക് അറിയാം. അപ്പൊ നാം ഉദ്ദേശിക്കുന്നത് നല്ല നിലക്ക് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരാൻ എല്ലാവരെയും സഹായിക്കുക, പ്രാപ്തരാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. പിന്നീട് നമ്മുടെ ഫാക്കൽറ്റി ഞാൻ തന്നെയാണ്, ഹമീദ് നിസാമി. എൻ്റെ വീട് വയനാടാണ്. നിലവിൽ PhD അറബിക് ലിറ്ററേച്ചറിൽ അറബിക് ഷോർട്ട് സ്റ്റോറി, ഇറാഖ് ഷോർട്ട് സ്റ്റോറിയാണ്. അനലിറ്റിക്കൽ സ്റ്റഡി ഓൺ ദി ഷോർട്ട് സ്റ്റോറീസ് ഓഫ് ലോയി ഹംസ അബ്ബാസ്. ഇറാഖിൽ ബസറ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായ ലോയി ഹംസ അബ്ബാസ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരന്റെ ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചുള്ള ഒരു ഗവേഷണമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. അതിപ്പോ സബ്മിറ്റ് ചെയ്തു. അതിന്റെ വൈവ കഴിഞ്ഞിട്ടില്ല, വൈവ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. MA അറബിക്ക് മമ്പാട് MES കോളേജിൽ നിന്ന് പൂർത്തിയാക്കി. നെറ്റ് ആ സമയത്ത് തന്നെ, PG പഠിക്കുന്ന സമയത്ത് തന്നെ ക്ലിയർ ചെയ്തു. മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പോട് കൂടിയാണ് ഞാൻ PhD പൂർത്തിയാക്കിയത്. നിലവിലെ അറബിക്ക് മലപ്പുറം LPS റാങ്ക് ലിസ്റ്റിലുണ്ട്, പാലക്കാട് ലിസ്റ്റിലുണ്ട്, കോട്ടയം ലിസ്റ്റിലുണ്ട്. അതുപോലെ കാസർഗോഡ് ഷോർട്ട് ലിസ്റ്റ് ആണ്. ഷോർട്ട് ലിസ്റ്റ് അതിന്റെ കൂടെ നടന്ന കോഴിക്കോട്, തൃശ്ശൂരൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നു. നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല, അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കണ്ണൂർ UPSA പാർട്ട് ടൈമിലും ഉണ്ട്. അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ അധ്യാപകരായിട്ട്. ഏതായാലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് ജോലി വാങ്ങിയവരുമാണ് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളവർ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് പിന്നെ
കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നുള്ള കാര്യം അവസാനമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് പിന്നെ നമ്മുടെ സിലബസ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹനീഫ് സാറിനെ ഭാരതപൂർവ്വം ക്ഷണിക്കുന്നു. ഹനീഫ് സാർ. ഓക്കെ സാർ, ഞാൻ തന്നെ പ്രസന്റ് ചെയ്തോളാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മൾ ഈ ഒരു PSCയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ അൽക്കലം അക്കാദമിയുടെ രീതികളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ ചിലപ്പം ആദ്യമായിട്ട് PSC എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം സിലബസിനെ കുറിച്ചൊന്നും ബോധമില്ല, അല്ലെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരുണ്ടായേക്കാം. എന്നതുകൊണ്ട് തന്നെ സിലബസിന് വളരെ ലളിതമായി പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. അതാണല്ലോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ പൂർണ്ണമായും ഈ സിലബസുകൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ PSCകളിൽ 20-80 അഥവാ 20 മാർക്ക് ജനറൽ നോളജ് GKയിൽ നിന്നും 80 മാർക്ക് നമ്മുടെ അറബിക് സബ്ജക്റ്റിൽ നിന്നുമാണ് ഉണ്ടാവുക. ആദ്യത്തെ 20 മാർക്ക് എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത് ഇതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഓരോ വിഷയങ്ങളും നമ്മുടെ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് വളരെ ലളിതമായിരുന്നു. ഇത് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താം. അതുപോലെ റെനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, അതിന്റെ വ്യത്യസ്ത ആളുകൾ, വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ ഭാഗത്തു നിന്നാണ് ചോദിക്കാറുള്ളത്. അപ്പൊ നമ്മൾ GK എന്നുള്ളത് വളരെ വൈഡാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ അതിനുള്ള പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഇതിനു വേണ്ടി മുഴുവനായിട്ട് നമ്മൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അറബി ഭാഗങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് മാർക്കുകൾ കുറഞ്ഞു പോകാം. പക്ഷെ എന്നിരുന്നാലും ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്താൽ, അറബി ഏതായാലും എനിക്കറിയാം, ഞാൻ കുറച്ചും കൂടി ഇതിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ പറ്റും എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ഇതിൽ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ വളരെ ഉപകാരമാകും. ഇൻഷാ അല്ലാഹ് അതിന്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് കഴിയുന്ന രീതിയിൽ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ അറബിക്ക് നമുക്കറിയാം, ഇപ്പോൾ അവസാനത്തെ 1-2 വർഷമായിട്ട് PSCയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് നെഹ്വാണ്. ഒരു ഭാഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ നെഹ്വ്. നെഹ്വും സർഫും തിരിയാത്ത ആളുകൾ അധ്യാപകരായി കഴിഞ്ഞാൽ അത് നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ പ്രശ്നമാണ്. നമ്മൾ വെറും ലിറ്ററേച്ചർ മാത്രം അറിഞ്ഞ് ഇബ്നുൽ ഖൈസിനെയും അതുപോലെ തന്നെ മഅറൂഫ് റസാഫിയും മാത്രം അറിയുന്നവരല്ല നമുക്ക് വേണ്ടത്. ഒരു അറബി ഭാഷയുടെ ബേസിക് നമ്മൾ എന്തായാലും അറിയണം. അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള എക്സാമുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ UPയുടെ എക്സാമിൽ വരെ 27ഓളം ക്വസ്റ്റ്യൻ നെഹ്വിൽ നിന്ന് വന്നു. എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ നൽകും. ഇൻഷാ അല്ലാഹ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ അത് വിഷയം കൈകാര്യം ചെയ്യും. അത് ഏകദേശം അതിന്റെ സിലബസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നെഹ്വുൽ വാദിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 1, 2, 3 ജുസുയിലൊക്കെ ഉള്ള ഭാഗങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അധികം കോംപ്ലിക്കേറ്റഡ് ആയ ഭാഗങ്ങളൊന്നും ഇല്ല, എങ്കിലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ബലാഗ, അറൂദ്. ഇതിൽ നിന്ന് എപ്പോഴും ഒരു 5-6 ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും നമുക്ക് മിസ്സായി പോകരുത്. പിന്നെയുള്ളത് താരീഖുൽ അദബാണ്. അസുറുൽ ജാഹിലി, അസുറുൽ ഇസ്ലാമി, അതുപോലെ അബ്ബാസി, അതുപോലെ നമ്മുടെ അസുറുൽ ഹദീസ്, പിന്നെ വ്യത്യസ്ത ഉലൂമുകളുണ്ട് ഈ കാലഘട്ടങ്ങളിലുള്ള, അബ്ബാസി കാലഘട്ടങ്ങളിലുള്ള. അതുപോലെ അസുറുൽ ഹദീസ്, വ്യത്യസ്ത ഇത്തിജാഹാത്തുകൾ, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അദബുൽ അറബുൽ ഹിന്ദി. ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അദബുൽ ഹിന്ദി കുറച്ച് ആളുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ ഇതിലുള്ള ആളുകളും അവരുടെ കിതാബുകളും അതൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഏകദേശം 10-11ഓളം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് ലാസ്റ്റ് എക്സാമിൽ. പിന്നെ
നഹ്വ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇപ്പം അവസാനം കഴിഞ്ഞ 1-2 എക്സാമുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനത്തോടെ വന്നിട്ടുള്ളത് പെഡഗോജിയാണ്. ഇൻഷാ അല്ലാഹ് പെഡഗോജിക്ക് നമ്മുടെ സലീം സാറിനൊക്കെ പോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെ അത് കൈകാര്യം ചെയ്യും. പെഡഗോജിയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് തർജുമ. അത് നമുക്ക് എവിടുന്ന് വരും എന്ന് കൃത്യമായിട്ട് പറയാനോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സിലബസോ ഇല്ല എങ്കിലും നമ്മൾ ജനറൽ ആയിട്ട് സഹാഫ, ടെക്നിക്, അതുപോലെ യാത്രകള്, പിന്നെ ഇദാറ, മഹ്കമ, ഇഖ്തിസാദ് പോലുള്ള വിഷയങ്ങൾ അതിന്റെ ഒരു കൃത്യമായ ഒരു സിലബസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മൊഡ്യൂൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സുകൾ നൽകും. പിന്നീടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ 5 മുതൽ 10 വരെയുള്ള അറബി ടെക്സ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. അതിലുള്ള കവിതകൾ, അതിലുള്ള കവികളെ കുറിച്ചൊക്കെ ചോദ്യം വരാറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രാഷ് കോഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ എക്സാമിനൊക്കെ 5-6 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നു. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കൂടി കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ ക്രമീകരിക്കുന്നുണ്ട്. പിന്നീട് ഉള്ളത് നമ്മുടെ അറബി ഭാഷയുടെ ഒരു ഓവറോൾ നമ്മുടെ ഒരു കഴിവിനെ അളക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അഥവാ അറബി ഒരു ടെക്സ്റ്റ് നൽകിയിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിന് അത് നന്നായിട്ട് ബാധിക്കും. നമുക്ക് പെട്ടെന്ന് അത് വായിച്ച് അതിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റ് അറിയുന്ന ആൻസർ പോലും എഴുതാനുള്ള സമയം കിട്ടാതാവും. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് അറബി ടെക്സ്റ്റുകളൊക്കെ വായിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സും ട്രിക്കുകളൊക്കെ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസ് പറഞ്ഞു തരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിലബസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പൊ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നോട്ട് നമ്മളും വളരെ പ്രധാനമായി തന്നെ അത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഈ ഇത്തരം സിലബസ് ഇതാണെങ്കിലും ഇതിൽ നിന്ന് മാത്രമേ ചോദിക്കൂ എന്ന് PSC ഒരിക്കലും പറയുന്നില്ല. ഇതൊരു സൂചകം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചോദ്യവും ചോദിക്കാം. ഇതിൽ നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം വരണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ അവർ ആദ്യം തന്നെ ഗ്യാരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം നെഹ്വു മാത്രമേ ചോദിച്ചുള്ളൂ, അല്ലെങ്കിൽ നെഹ്വു ഇത്രയൊന്നും ചോദിച്ചില്ല, നിങ്ങൾ പറഞ്ഞില്ല 27 ക്വസ്റ്റ്യൻ വന്നു, നമ്മൾ നെഹ്വിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, ഇപ്രാവശ്യം 5 ചോദ്യം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് PSC യോട് പറയാൻ ഒരു ഓപ്ഷനും ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് അവർ കൃത്യമായിട്ട് അവസാനം ഒരു നോട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതൊരു ബേസ് മാത്രമാണ്, ഇതൊരു പഠിക്കാനുള്ള ഒരു നമുക്കുള്ള ഒരു പ്ലാൻ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ നിലവിലുള്ള അറിവുകളൊക്കെ ഉപയോഗപ്പെടുത്തി വളരെ കൃത്യമായി തന്നെ മുന്നേറുക. ഇൻഷാ അല്ലാഹ് അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് അൽക്കലം അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഉണ്ടാവും എന്ന് വളരെ വിനീതമായി നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരത്തെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അല്ല സാറേ? ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് കൂടുതൽ സമയം, പല സ്ഥലങ്ങളിലും നല്ല മഴയാണ്, അപ്പൊ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇനി കൂടുതൽ സമയം ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അല്ല എവിടെ അപേക്ഷിക്കുന്നുണ്ട് പറഞ്ഞോ, ഞാൻ ഇടക്ക് മായായിട്ട് കട്ടായി. ഞാൻ നേരത്തെ സൂചന നൽകിയിരുന്നു. ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ നിലവിൽ കൊടുത്ത ഒഴിവുകൾ 2 ഒഴിവാണ് കാസർഗോഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് 2 ഒഴിവ്, തിരുവനന്തപുരം എത്ര ഒഴിവാ കൊടുത്തിട്ടുള്ളത്? തിരുവനന്തപുരം 2 ഒഴിവ്, അതുപോലെ ഇടുക്കി 1 ഒഴിവ്. അപ്പൊ ഈ 1 എന്നുള്ളത് ചിലപ്പോ ഇനി അത് കൂടാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഇന്നലെ ഇടുക്കിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അഫ്സൽ സാറുമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അവരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നാകെ അവർക്ക് മാത്രം നിയമനം കിട്ടിയെന്നാണ്. അത് ഇടുക്കി പൊതുവെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പക്ഷെ അത് കൂടാം, നമ്മളൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയിലും നമ്മൾ കഷ്ടപ്പെട്ട് ഇറങ്ങിയാൽ ഇപ്പോൾ ഉള്ള 2 പോസ്റ്റ് ഒന്നും ആവൂല. എൻ്റെ ഒരു കാഴ്ചപ്പാട്, വളരെ കഷ്ടപ്പെട്ടിറങ്ങിയാൽ ഒരു 10-20 ആൾക്ക് കയറാനുള്ള പോസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. കാരണം LPയിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 53 കയറിയ ലിസ്റ്റാണ് LP തിരുവനന്തപുരം ജില്ല. പിന്നെ എന്തുകൊണ്ട് ആ കുട്ടികൾ മുഴുവൻ UPക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വെച്ചാൽ പല അധ്യാപകരും അവിടെ കഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ LP വിളിച്ച സമയത്ത് 7 പോസ്റ്റാണ് LPയിൽ ഉണ്ടായിരുന്നത്. ഞാൻ വളരെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്.
7 പോസ്റ്റാണ് തിരുവനന്തപുരം ജില്ലയിൽ LP യിൽ അന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വളരെ കൃത്യമായി ചിട്ടയോടുകൂടെ പ്രവർത്തനങ്ങൾ നടത്തി ആ 3 വർഷം റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്ന സമയം ഏകദേശം 89 ഒഴിവുകളായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ LP ഞങ്ങൾ ഒഴിവുകൾ മാറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കേവലം ഇപ്പൊ ഈ കാണുന്ന ഒഴിവുകൾ മാത്രമല്ല പരിഗണിക്കണം. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ പോസ്റ്റുകൾ നിർമ്മിക്കാൻ ഇതിൽ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 അറബിക് അധ്യാപക സംഘടനകളും സജീവമാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവ്. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയെക്കാളും വർക്ക് ചെയ്യാൻ വളരെയധികം സപ്പോർട്ട് അറബി അധ്യാപകരിൽ കിട്ടുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം ജില്ല. കാരണം വെക്കേഷൻ സമയങ്ങളിൽ പോലും സ്കൂൾ പൂട്ടിയാൽ പോലും അവിടെ അറബി അധ്യാപക സംഘടനയുടെ ആളുകൾ പോലും പല സ്കൂളുകളിലും കയറി ചെന്ന് പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പൊ കഴിഞ്ഞ ഈ വർഷം പോലും ഞാൻ വർക്ക് ചെയ്യുന്ന സബ് ജില്ലയിൽ കണിയാപുരം സബ് ജില്ലയാണ്. അവിടെ ഇപ്പോൾ 4-5 പോസ്റ്റുകൾ LPക്ക് പണിയെടുത്താൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ അധ്യാപകരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്കൊക്കെ അറബി അധ്യാപകരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് UPക്ക് നമുക്ക് അവിടെ എങ്ങനെയാലും ഒരു 15 പേര് ഷുവറായി 20 പേരെങ്കിലും ഷുവറായി കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ഇതേ അവസ്ഥ തന്നെയാണ് പാലക്കാട് ഉള്ളതും. പാലക്കാടും പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ LPയുടെ ഒക്കെ വിഷയം എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. മലപ്പുറത്ത് ഹാർഡ് വർക്ക് ചെയ്ത പോലെ പാലക്കാട് പണിയെടുക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. എങ്കിലും ഇതേ സ്റ്റാറ്റസ് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഉള്ളത്. ഹൈസ്കൂളിൽ കേവലം NCAയുടെ ഒഴിവടക്കം 18 പേര് കഴിഞ്ഞ ഹൈസ്കൂൾ ലിസ്റ്റ് നിന്ന് കയറിയിട്ടുണ്ട്. 18 പേര്. അപ്പൊ UPയിൽ നിന്ന് നമ്മൾ അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചാൽ മതി. അതിന്റെ താഴേക്ക് വരില്ല. നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് വർദ്ധിപ്പിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞത് കാസർഗോഡ് ജില്ലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഹൈസ്കൂൾ റാങ്ക് ലിസ്റ്റ് വന്ന് ആ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് മാത്രം ക്രിയേറ്റ് ചെയ്ത് 40ഓളം ഒഴിവുകളുടെ മുകളിലാണ്. 24ഓളം ആളുകൾ അവിടെ നിലവിൽ സർവീസിൽ കയറി ഹൈസ്കൂളിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും ഇതേ സ്റ്റാറ്റസ് തന്നെയാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാസർഗോഡ് ആകുമ്പോൾ ഒന്നും കൂടി സൗകര്യങ്ങൾ, കാരണം കുറെ മുസ്ലിം ഏരിയകൾ തിരുവനന്തപുരം ജില്ലനേക്കാളും കൂടുതൽ മുസ്ലിം ഏരിയകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒന്നുകൂടിയും കൂടുതൽ പോസ്റ്റ് വരാൻ സാധ്യത മറ്റു 3 ജില്ലകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയാണ്. പാലക്കാടും ഏകദേശം ഈ തത്തുല്യമായ അവസ്ഥയിൽ തന്നെയാണ് പാലക്കാടും ഉള്ളത് എങ്കിൽ പോലും നമുക്ക് എത്രമാത്രം പല ഏരിയകളും ഈ അട്ടപ്പാടി പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ വളരെയധികം പോസ്റ്റിംഗ് കുറവാണ്. എങ്കിലും വിശാലമായൊരു ജില്ലയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല കാട് മേഖലകളും മറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രവർത്തനങ്ങൾ കോഡീകരിക്കാൻ പലർക്കും സാധിക്കാത്തതിന്റെ പേരിലാണ് നിയമനങ്ങൾ കുറയുന്നത്. അപ്പൊ കാസർഗോഡ്, തിരുവനന്തപുരം, അതുപോലെ തന്നെ പാലക്കാടിനും ഈ 3 ജില്ലകളും ഒരേ രീതിയിൽ പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കാസർഗോഡ് ആയിരിക്കും കൂടുതൽ ഒഴിവ് വരാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അത് അവിടെ പോയിന്റ് ചെയ്ത് വെച്ചു എന്നുള്ളതിന്റെ അപ്പുറം മാക്സിമം പണിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ സംഭവം. ആദ്യത്തെ 10 റാങ്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ എങ്ങനെയാലും എനിക്ക് വരണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ പണിയെടുക്കുക. അതിനുവേണ്ടി നമ്മൾ ഇന്ന് തുടങ്ങണം. ഇന്ന് തുടങ്ങിയാൽ ഏകദേശം ഒരു 4-5 മാസം നമ്മളെ മുന്നിൽ സിമ്പിൾ ആയിട്ടുണ്ടാവും. എങ്ങനെയാലും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അപ്പൊ ഡേറ്റ് വന്നിട്ടില്ല. ആ ഡേറ്റ് വരാത്തത് കൊണ്ട് തന്നെ 3-4 മാസം സിമ്പിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ പഠനം തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ ആദ്യത്തെ 10 ലിസ്റ്റിൽ 3 ജില്ലകളിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും. അതിനുവേണ്ട എല്ലാ സഹായവും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടുണ്ടാവും. ഇനി ഇതുമായി ബന്ധപ്പെട്ട വല്ലതുണ്ടെങ്കിൽ ചോദിക്കുക. 43 വയസ്സാണ് നിലവിൽ PSC എഴുതാവുന്ന അതിന്റെ പ്രായപരിധി. നമുക്കറിയാം അഫ്ളൽ പ്രിലി കഴിഞ്ഞ് കേട്ടറ്റ് വാങ്ങിയവർക്കൊക്കെ ഇത് എഴുതാം. അതുപോലെ തന്നെ പിന്നെ ഡിഗ്രിയും അതുപോലെ കേട്ടിട്ടുള്ളവർക്ക് എഴുതാം. ഇതൊക്കെ ഇനി എപ്പോഴാണ് നിയമം മാറുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പൊ അതൊക്കെ നമ്മൾ ട്രെയിനിങ് നിർബന്ധമാക്കാൻ പോവുകയാണ്. ഇതുവരെ അതിന്റെ സർക്കുലറും മറ്റും ഇറങ്ങിയിട്ടില്ല. പക്ഷെ അത് ഇറങ്ങുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഇത് വന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് PSCയുടെ ഈ ഒരു വിഷയത്തിൽ അത് ബാധിക്കൂല. പക്ഷെ ഇനി വരുന്ന ലിസ്റ്റുകൾക്കൊക്കെ അത് ബാധകമാവും. ട്രെയിനിങ് നിർബന്ധമാണ്. അതുകൊണ്ട് മാക്സിമം എത്രയും ചെറുപ്പകാലത്ത് വളരെയധികം ഏറ്റവും കൂടുതൽ സർവീസിൽ കയറിയാൽ, നമ്മളെ മാക്സിമം ഏജിന്റെ ഉള്ളിൽ കയറിയാൽ, ഇപ്പൊ 25ാമത്തെ വയസ്സിൽ കയറിയാൽ അത്രയും ലാഭമാണ്. നമ്മളുടെ റിട്ടയർമെന്റ് കാലഘട്ടം സർവീസ് ആകുമ്പോൾ 60 വയസ്സാണ് പ്രായം.
അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 25 കയറിയെന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടാൻ പോകുന്നത് 35 വർഷത്തോളം സർവീസാണ്. അപ്പോ അത് അത്രയും സാലറി അവനക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കൊല്ലം ശമ്പളം കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, എത്ര നേരത്തെ ഒരു കൊല്ലം ഒരു ദിവസമെങ്കിലും നമുക്ക് സർവീസിൽ നേരത്തെ കയറാൻ പറ്റുമോ അതിനു വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. ചോദിക്കാം, സംശയമുള്ളത് ചോദിക്കട്ടോ. കുറച്ച് ആളുകള് കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, 2019 ഡിഗ്രി കഴിഞ്ഞവർക്ക് DLD ആവശ്യമില്ല എന്ന് കേൾക്കുന്നു, ശരിയാണോ? DLD ഇപ്പൊ നിർബന്ധമായിട്ടില്ലല്ലോ അല്ലെ? അത് ഇല്ല, നിലവിൽ ഇതുവരെ ഈ സെക്കൻഡ് വരെ നിർബന്ധമായിട്ടില്ല. PSCക്ക്. അതെ, PSCക്ക് ട്രെയിനിങ് നിർബന്ധമായി കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിച്ച പലരുടെയും സ്വപ്നം അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് ഏറ്റവും മാക്സിമം ടൈം നേരത്തെ കയറാം. പിന്നെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്യാം. അതിന് മുമ്പ് തന്നെ എല്ലാവരും അപേക്ഷ കൊടുക്കാം. സാറേ, ഫീസ് കമന്റിൽ ചോദിക്കുന്നുണ്ട്, അത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞാല് ഉപകാരമായിരിക്കും. ഫീസ് പിന്നെ നമ്മൾ ആ ഗ്രൂപ്പിൽ എന്തായാലും അറിയിക്കും. 899 രൂപയാണ് ഈ ജൂണിന് മുമ്പ്, ജൂൺ 1 മുമ്പ് ജോയിൻ ചെയ്യുന്നവർക്ക് 899 രൂപ. ജൂണിന് ശേഷമാണെങ്കിൽ 999 രൂപ. ഇൻഷാല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഇപ്പൊ കഴിഞ്ഞ PSC LP കഴിഞ്ഞു. നേരത്തെ അമീർ സാർ സൂചിപ്പിച്ചു 100ഓളം ആളുകൾ വളരെ ഭംഗിയായി പഠനം പൂർത്തീകരിച്ചു എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പല അക്കാദമികളും ഏതോ കാലത്ത് റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ് ആവർത്തിച്ച് ഇപ്പൊ നമ്മളറിയാം ഈ 2-3 പ്രാവശ്യം ലാസ്റ്റ് കഴിഞ്ഞ PSC എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതിന്റെ പാറ്റേണും അതിൽ വന്ന ചേഞ്ചസും ഒക്കെ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഓരോ പുതിയ ക്ലാസ്സുകളാണ് അൽകലാം അക്കാദമി കൊടുക്കുന്നത് എന്നുള്ളത് ഏറ്റവും വ്യത്യസ്തമായിട്ട് മറ്റുള്ള PSC കോച്ചിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഇതുവരെ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലെയും PSC, കേട്ടറ്റ്, നെറ്റ്, സെറ്റ് ഇവകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വർഷങ്ങളായിട്ട് 1990 മുതലുള്ള നെറ്റ് മുതലും അതുപോലെയുള്ള മൊത്തം മാക്സിമം ഞങ്ങൾക്ക് സംഭരിക്കാൻ പറ്റാവുന്ന മൊത്തം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലും കഴിഞ്ഞ അപ് ടു ലാസ്റ്റ് ഡേറ്റ് വരെയുള്ള PSC എക്സാമുകളൊക്കെ അത് ബേസ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയായിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതിന് പുറമെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PYQ സെഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അതിനു വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് സൗകര്യം കൂടി ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താം. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് PDF ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ മാക്സിമം സംഘടിപ്പിച്ചതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ച് തരാൻ സാധിക്കും. മറ്റ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവും, പ്രൊഫൈലിൽ കാണുന്നില്ല, ഇലിജിബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് കഴിയുന്ന രീതിയിൽ അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ അത് അറിയുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അത് പേഴ്സണലായിട്ട് അഡ്മിന്മാരെ ആരെങ്കിലും ബന്ധപ്പെട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള സംശയങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മള് ഏകദേശം 1 മണിക്കൂറിൽ മുകളിലായി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. PSCയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അമീർ സാറേ, ചെറിയ കാര്യം ആഡ് ചെയ്യാൻ. എന്റെ പേര് അബ്ദുൽ ഗഫൂറാണ്. മമ്പാട് മിസ്മിനാണ് ഞാൻ PG കഴിഞ്ഞത്. മനസ്സിലായി. ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ ഇതില് സാറ് പറഞ്ഞ പോലെ ഈ PDF-ഉം PPT ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ കേൾക്കുന്ന ആളുകളെ, അവര് നമ്മളെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് പരമാവധി നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്
അങ്ങനെ സ്വന്തം അധ്വാനിക്കുക, അതാണ് ഇതിൽ വലിയ ഒരു ഉപകാരമാവാന്നാണ് ടീച്ചേഴ്സൊക്കെ ഇവിടെ പറഞ്ഞത്. അതന്നെ എനിക്കും പറയാനുള്ളത്. നമ്മൾ നമ്മുടെ കൈപ്പടയിൽ സ്വന്തം എഴുതി ഉണ്ടാക്കി ക്ലാസ് ഒക്കെ കൃത്യമായി കേട്ട് PDF ഒക്കെ നമുക്ക് ആശ്രയിക്കാം, അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ ആശ്രയിക്കാം. കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും നല്ലൊരു അധ്വാനം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ റിസൾട്ട് ഉണ്ടാവും. ഏതായാലും അൽക്കലം അക്കാദമി ഇത്രയും വലിയ ശ്ലാഘനീയമായ ഒരു ശ്രമമാണ് നടത്തിയത്. ഇതിന്റെ ഫാക്കൽറ്റീസിന് വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കാം. കാരണം റിസ്ക് എടുത്തിട്ട് നമ്മളൊക്കെ സേഫ് ആണല്ലോ, എന്നിട്ടും മറ്റുള്ളവരുടെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ വലിയൊരു കാര്യം, ഇതിന് തുടർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്. കൂട്ടത്തിൽ പഠിക്കുന്ന ആളുകൾ ഒന്നുകൂടെ എഫേർട്ട് എടുത്തിട്ട് എന്തായാലും ഇത് കിട്ടും. ഒരു പോസ്റ്റ് ആണെങ്കിൽ അത് എനിക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാവുക. സോ നീട്ടി പറയാതെ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഓക്കെ, ഗഫൂർ സാറ് നമ്മുടെ ജൂനിയർ ആയിരുന്നു മമ്പാട് MES കോളേജിൽ. ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. സാറ് ഏത് ജില്ലയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നതാവോ? സാർ ഞാനിപ്പോ കാസർഗോഡ് ജില്ലയിലാണ്. ഫസ്റ്റ് LP അവിടെ ആയിരുന്നു. ആദ്യം ഹൈസ്കൂളില്, പിന്നെ ഇപ്പൊ കാസർഗോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് LP UP ഇങ്ങോട്ട് വന്ന, പിന്നെ ഹയർ സെക്കൻഡറി അങ്ങോട്ട് തന്നെ പോയി. അദ്ദേഹം ഒരു ഫൈസി കൂടിയാണ്. അപ്പൊ സാറ് പറഞ്ഞത്, ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു. BA ഇംഗ്ലീഷ് കഴിഞ്ഞ് ശേഷം അറബിക്കിലേക്ക് വന്നതാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ദർസ് പഠിച്ച ആ അറബി അറിയാം, അല്ലാതെ ഈ നമ്മളെ അദബിലുള്ള അറബിക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ PGക്ക് പോയ സമയത്ത് അവിടെ ക്ലാസ് കിട്ടൂല. അപ്പൊ ഞാൻ ഒരുപാട് പ്രയാസം നേരിട്ട ഒരാളാണ്. അപ്പൊ അത്തരത്തില് പിന്നെ കൃത്യമായി ഒരു ഇബാറത്ത് കണ്ടാല് അത് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുള്ളവര്, അതുപോലെ കൃത്യമായി നമ്മുടെ ഉമ്മഹാത്തുൽ കുതുബൊക്കെ നോക്കാൻ സാധിക്കാത്ത പലരും ഉണ്ടാവും. എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് ഐഡിയ ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ അത്തരം ഐഡിയ ഇല്ലാത്തവർക്ക് ഒരു സഹായമാണ് നമ്മുടെ ഈ കോച്ചിങ് എന്നുള്ളത്. എന്നാൽ വളരെ കൃത്യമായി അറബിയൊക്കെ അറിയുന്ന, നേരത്തെ PGക്കൊക്കെ റാങ്ക് വാങ്ങി പഠിച്ചിറങ്ങി പിന്നീട് ചിലപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതൊക്കെ ഫീൽഡ് പോയത് കാരണം, ജീവിത സാഹചര്യം കൊണ്ട് പോയത് കാരണം ഈ ഒരു മേഖലയിൽ നിന്ന് മാറി നിന്ന് ഈ വിഷയങ്ങൾ മറന്നുപോയവരുണ്ടാവും. ഇപ്പൊ കോച്ചിങ് ക്ലാസ് നമ്മൾ ഏതായാലും നമ്മുടെ ആ സിലബസ് കവർ ചെയ്യും. ഓരോ ദിവസം ഇന്ന ഭാഗം വെച്ച് പോകും. അപ്പൊ ആ സിലബസ് കവർ ചെയ്യുമ്പോൾ തന്നെ ഓരോ ക്ലാസ്സിലും അവർക്ക്, അഥവാ ആ കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് എന്താണ് സംശയമുള്ളത് എന്ന് ഡയറക്റ്റ് അധ്യാപകരുമായിട്ട്, ക്ലാസ് എടുക്കുന്നവരുമായി ചോദിച്ച് ക്ലിയർ ചെയ്യണം. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് PSCക്ക് ഒരു മെത്തേഡ് ഉണ്ട്. PSCക്ക് എല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വ്യക്തമായി അതിൻ്റെ ആ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മാനേഴ്സും മനസ്സിലാക്കിയാൽ, അതിൻ്റെ ഒരു മെത്തേഡും മനസ്സിലാക്കിയാൽ ആ രീതിയിലുള്ള ഒരു പഠനം ആവശ്യമുള്ളൂ. നമ്മൾ നെറ്റിനൊക്കെ പഠിക്കുന്ന പോലെ വാരി വലിച്ച് ഓരോ ആളുകളുടെ കബീല, അതുപോലെ ജനന തീയതികളൊക്കെ അത്ര റിസ്ക് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം നമ്മൾ PSCക്ക് വരുന്നില്ല. അപൂർവമായിട്ട് അത്ര ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ വന്നാലായി. എന്നാൽ PSC പിന്നെ വളരെ ബുദ്ധി കുറഞ്ഞ ഞാൻ പറയാൻ കാരണം, നമ്മൾ PGക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ പിന്നെ നെറ്റ് വാങ്ങാൻ പറ്റാത്ത ആളുകൾ, അതുപോലെ അന്ന് വളരെ പിന്നോട്ട് നിന്ന ആളുകൾ, അവർ ഈ PSCക്ക് വേണ്ടി ഇരുന്നിട്ട് നല്ല പോസ്റ്റിലേക്ക് ഹൈസ്കൂളിലേക്കൊക്കെ എത്തിയ ആളുകൾ, നെറ്റൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനാണ്. എന്നാൽ അന്ന് JRF വാങ്ങിയ ആളുകൾ ഇന്ന് LPയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ PSCയുടെ പിന്നാലെ കൂടി കഴിഞ്ഞാൽ ആ കോച്ചിങ്ങിനെ നമ്മൾ സ്ഥിരമായിട്ട്, അതിനൊരു കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായി അതിന്റെ പിന്നാലെ കൂടി കഴിഞ്ഞാൽ ഈ എക്സാമിൽ അല്ലെങ്കിൽ അടുത്ത എക്സാമിൽ, ഒരു ലിസ്റ്റിലെങ്കിൽ അടുത്ത ലിസ്റ്റിൽ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതിന് നമ്മൾ ഈ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച ആളുകളൊക്കെ അതിന് തെളിവാണ്. അപ്പോ എല്ലാ അധ്യാപകരും പറയുന്നത് ഈ ഒരു നമ്മുടെ ഈ പഠനം തുടങ്ങിയിട്ട് അവിടെ ഇട്ടു പോകാൻ പാടില്ല, അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പൊ അത്തരം ആളുകൾക്കൊരു മുതൽക്കൂട്ടായിട്ടാണ് നമ്മുടെ ഈ കോച്ചിങ്ങിനെ നമ്മൾ കാണുന്നത്. നിങ്ങളും ആ രീതിയിൽ തന്നെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല, നിങ്ങൾക്ക് നോട്ട്സ് തരും. പിന്നെ ചില ആളുകൾ സ്വന്തമായിട്ട് തന്നെ നോട്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും, വായിച്ച് അത് ഷോർട്ട് ചെയ്ത് എഴുതാൻ കഴിയും. പ്രത്യേകിച്ച് അറബി ഭാഷയിൽ കഴിവുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഗഫൂർ സാറ്, സലീം സാർ പോലുള്ള അറബി ഭാഷയിൽ കൃത്യമായിട്ട് ഒരു സെന്റൻസ് വായിച്ച് അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കാൻ കഴിയും. ചില ആളുകൾക്ക് ഏതാണ് പോയിന്റ് അല്ലാത്തത് മനസ്സിലാവില്ല. അപ്പൊ അത്തരം എല്ലാ ആളുകൾക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ട്സും ഒരു ക്ലാസ്സും ഒക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും PSC കിട്ടണം. ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കിട്ടി ഗവൺമെന്റ് ജോലി, അത് അവരുടെ സ്വപ്നം നിറവേറ്റണം എന്നുള്ള ഒരു ആഗ്രഹ സാക്ഷാത്കാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇല്ല മാഷേ, മറ്റേ ക്ലാസ്സിൽ നമുക്ക് ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ, പഴയ ക്ലാസ്. അത് സിദ്ദീഖ് സാറാണ്, നമ്മുടെ കൂടെ PYQ ക്ലാസ്സിന് പങ്കെടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ക്ലാസ്സിലും ഉണ്ടായിരുന്നു, PYQ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. ഞാൻ 5-6 എക്സാം എഴുതിയിട്ടുണ്ട് അറബിക്കിന്റെ, പക്ഷെ ഇപ്പോഴാണ് ഒരു ടാനിങ്ങിൽ എത്തിപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷ ഉണ്ട്. നമുക്ക് പിന്നെ സ്പോർട്സിൽ ഇതുള്ളതുകൊണ്ട് ചെറിയ സാറ് ദുബായിൽ ഒരു മത്സരത്തിന് ഇന്റർനാഷണൽ ലെവലിൽ അദ്ദേഹത്തിന് ഇതുള്ളത് കൊണ്ട്, അവാർഡ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് 24 മാർക്ക് PSC കിട്ടും. 24 അല്ല സാറേ? അതെ അതെ. നമ്മുടെ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ 12 മാർക്കാണ്, ഇന്ത്യക്ക് പുറത്താവുമ്പോൾ 24 മാർക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റില് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം റാങ്ക് വാങ്ങിയ ഒരു സാറുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഷുഹൈബ്. ഇസ്ഹാഖ് സാറല്ലോ, ഹൈസ്കൂൾ ഫസ്റ്റ്. യാസ്മീൻ കോച്ചിങ് സെന്റർ. അദ്ദേഹത്തിന് 12 മാർക്ക് സ്പോർട്സിൽ വെയിറ്റേജ് 15 മാർക്ക്. ഇസാഖ് നമ്മളെ സുഹൃത്താണ്, നമ്മളെ സീനിയർ. അപ്പൊ അത്തരക്കാർക്കൊക്കെ ഇത് ഉപകാരമാണ്. അതുപോലെ ഈ ഡിസേബിൾഡ് ആയ ആളുകള്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ വെയിറ്റേജ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഷോർട്ട് ലിസ്റ്റിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മാർക്ക് കൊണ്ടൊന്നും കാര്യമില്ല എന്നല്ല. നമ്മളിപ്പോ കഴിഞ്ഞ ഹൈസ്കൂള് മലപ്പുറം ലിസ്റ്റില് ഇപ്പോ സ്പോർട്സിലുള്ള 2-3 ആളുകൾ എഴുതിയിരുന്നു, പക്ഷെ അവർക്ക് മിനിമം ഷോർട്ട് ലിസ്റ്റിൽ വരാനുള്ള മാർക്ക് ഇല്ലാത്തത് കൊണ്ട് ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്ത് പുറന്തല്ലോ. നേരെ മറിച്ച് അവര് ഷോർട്ട് ലിസ്റ്റിൽ പെട്ടിരുന്നുണ്ടെങ്കിൽ റാങ്കിൽ 5-6 മുന്നിൽ വരും ചെയ്യായിരുന്നു. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഗ്രേസ് മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കൈക്ക് വേറെ വെറുതെ ജോലി ഒന്നും വരില്ല. അതല്ലേ അങ്ങനെ ഈ ഇതിൽ വന്നോണ്ട് ഒരു മെച്ചം ഉണ്ടായെന്ന് പറയാം. കുറെ അറിവ് കിട്ടി. ഒരു 48 ഞങ്ങളെ വിഷയം പറയില്ല കേട്ടോ, ഞാൻ ഇപ്പത്തെ അല്ല, ഞാനും കുട്ടികൾക്ക് അങ്ങനെ പറയലേ. ഇപ്പൊ സ്പോർട്സിലൊക്കെ മികവുള്ള കുട്ടികൾ ഇപ്പൊ ഇങ്ങനെ ചീത്ത അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇത് സ്റ്റേറ്റിലേക്ക് പോയി കിട്ടിയാൽ നിങ്ങൾക്ക് PSC ചെയ്തുമ്പോ ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പറയുമ്പോ അത് സത്യമാണ്, അങ്ങനെയൊക്കെ അത് സംഭവിക്കും. സത്യമാണ്. നമുക്ക് വളരെ മുന്നിൽ വരും. നമുക്ക് PSC ഒരു മാർക്ക് തന്നെ ഗ്രേസ് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ മാർക്ക് 0.3 ഒരു മാർക്ക് തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ എത്ര 0.5 മുതലും 0.1 മുതലാണ് നമ്മളെ റാങ്ക് 100ന്റെയും 200ന്റെയും പുറത്ത് വരിക എന്നുള്ള. ഇപ്പൊ ഈ കഴിഞ്ഞ മലപ്പുറത്തെ LP ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഒരു അതെ മാർക്കൊക്കെ അതെ. വ്യത്യാസം, 2 മാർക്ക് വ്യത്യാസം വന്ന് 100 റാങ്കിന്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട്, 100 റാങ്കിന്റെ. അപ്പൊ എന്റെ ഒപ്പം അത്രയും ഒരു വ്യത്യാസമാണ് വരുന്നത്. അസ്മാബി എന്ന കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 10 ഒരേ മാർക്കാ. പക്ഷെ ആ കുട്ടിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ലാസ്റ്റ്, ചെറിയ ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് ലാസ്റ്റ് റാങ്ക് ആയി. ഓലൊപ്പം മാർക്കുള്ള 5 ആള് കയറി, ഇനി 2 ആളും പോലെ കയറാണ്ട്. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആളുകൾ ആദ്യത്തെ റാങ്കിൽ ഇട്ടു. പിന്നെ അങ്ങനെയൊക്കെ വന്നത്രേ. അപ്പോലെ ഒരിതാണ്. സിദ്ദീഖ് സാറെ പോലുള്ള ആളുകളോട് പറയുന്നത്, ഞാൻ സിദ്ദീഖ് സാറെ വിളിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ PSC കിട്ടുന്നത് വരെ ഇതിന്റെ പിന്നാലെ കൂടണം എന്നാണ്. കാരണം അദ്ദേഹത്തിന് 24 മാർക്ക് കിട്ടും. അപ്പൊ എന്തായാലും അതൊക്കെ വലിയൊരു ചാൻസ് ആണ് സാറെ, ഉപയോഗപ്പെടുത്തണം എങ്ങനല്ലോ. കാരണം അത് നമ്മള് പലരും ആഗ്രഹിക്കുന്ന സാധനമാണ്. കുറെ കഷ്ടപ്പെട്ടിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരെ 24 മാർക്ക് വെറുതെ കിട്ടാന്ന് പറയുമ്പോൾ കോളേജ് ആയിട്ടിനെ കൊടുക്കൂല, ബാക്കിയുള്ളതിനൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ബാക്കി പണികളൊക്കെ മാറ്റി വെച്ച് ഇതിന് ഇരിക്കുകയാണെങ്കിൽ എന്തായാലും അതിനൊരു ഫലം ഉണ്ടാവും. അതുപോലെ NCA കാറ്റഗറികളും അവർക്ക് ചെറിയ മാർക്കിൽ തന്നെ നമ്മളെ ജോലിയിൽ കയറാൻ പറ്റും. NCAക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വെബിനാറിൽ. അപ്പൊ അവര് കേൾക്കാൻ വേണ്ടി പറയാണ്, എങ്ങനെയെങ്കിലും ഇതിനു വേണ്ടി ഇരുന്ന് അവർക്കെല്ലാം നമ്മുടെ കോച്ചിങ് നന്നായി ഉപകരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടത്ര രീതിയിൽ നമ്മൾ ഈ ദർസിലെ പഠിച്ച ആളുകളെ പോലുള്ള, അല്ലെങ്കിൽ അറബി കോളേജിൽ പഠിച്ചവരെ പോലുള്ള അത്ര ഭാഷ ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ അവർക്കെല്ലാം കോച്ചിങ് ആവശ്യമാണ്. എന്നാൽ ഇവിടെ പഠിച്ചവർക്കും കോച്ചിങ് ആവശ്യം ഉണ്ടാവും. സ്ഥിരമായിട്ട് ഇങ്ങനെ നോക്കാൻ മടിയുള്ള ഇത്തരക്കാരൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് 11 മണി ആകാനായല്ലോ. ഹനീഫ് സാറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം അവർക്ക്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അഡ്മിന്മാരോട് ചോദിക്കാം. ഏതായാലും നമ്മളെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നമ്മുടെ അൽക്കലം അക്കാദമിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഷെയർ ചെയ്യും. നിങ്ങൾ മാക്സിമം നിങ്ങളെ സുഹൃത്തുക്കൾക്കും അതുപോലെ എല്ലാവരോടും പറയാം, PSC എഴുതുന്നവർക്കൊക്കെ മാക്സിമം എത്തിച്ചു കൊടുക്കുക. ചെറിയ ഫീസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പ്രത്യേകം വിഷയം നിങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഇനി ഇതിന്റെ ഡെമോ ക്ലാസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരും, ചോദിച്ചാൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. NCAയുടെ ലിസ്റ്റിൽ നിന്ന് ക്യാൻസൽ ആയ ലിസ്റ്റിൽ നിന്ന് NCA വിളിക്കുമെന്ന് പറഞ്ഞാൽ NCA വിളിക്കും. പലർക്കും അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ
പിന്നെ HS ഇപ്പൊ മലപ്പുറം ജില്ല 14 പേർക്ക് NCAയുടെ ഒഴിവുകളിൽ നിന്ന് ഹൈസ്കൂളിൽ നിന്ന് നിയമനം കിട്ടിയിട്ട് ലിസ്റ്റ് കട്ടായിട്ടു. കഴിഞ്ഞ ഹയർ യു സെക്കൻഡറി പി 4 പേർക്ക് കിട്ടി സാറേ. ഇപ്പൊ അടുത്ത് അതുപോലെ തന്നെ ഇതുപോലെ നമ്മളെ മലപ്പുറം ജില്ല കഴിഞ്ഞ UP അതിൽ നിന്ന് ഇപ്പൊ അടുത്ത് നിയമനം കിട്ടിയിട്ടുണ്ട്. LP ഒരുപാട് ആളുകൾക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 3 വർഷം ലിസ്റ്റ് എക്സ്പയർ ആയാലും NCAയുടെ ഒഴിവുകൾ നമുക്ക് അത് 2 സെക്കൻഡ് കോൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മെയിൻ ലിസ്റ്റിലേക്ക് തരും. അങ്ങനെ തന്നെയാണ്, എത്ര വർഷം കഴിഞ്ഞാലും കിട്ടും ഇൻഷാ അല്ലാഹ്. അത് സാറേ ഹയർ സെക്കൻഡറി അതേപോലെ 4 ആൾക്ക് കിട്ടിയാണ് ഈ ലിസ്റ്റിൽ. കഴിഞ്ഞ ലിസ്റ്റിൽ ഇഷ്ടം പോലെ കിട്ടിയ സാറിന് അറിയില്ലേ, ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കയറിയില്ലേ. ഓക്കെ ശരിയാണ്. ഇപ്രാവശ്യം ഹയർ സെക്കൻഡറി ലിസ്റ്റ് പിന്നെ ഈ ഹൈസ്കൂളിൽ ലിസ്റ്റിലുള്ള ആളുകൾ തന്നെയാണ് കുറെ ആളുകൾ ഹയർ സെക്കൻഡറി ലിസ്റ്റിലുള്ളത്. അപ്പോ അതിൽ നിന്നൊക്കെ കയറുമ്പോ തന്നെ ഒരുപാട് ഒഴിവുകൾ വരും. എന്നാലും നീ വൈൻഡപ്പ് ചെയ്യല്ലേ. ഓക്കെ. മുനവീർ സാർ എന്താ ഡൗട്ട് ചോദിക്കുന്നുണ്ടോ? LP UP എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള ഏകദേശമൊക്കെ LP UP വിളിച്ചു ചെയ്യുന്നുണ്ടല്ലോ. LP സാറേ നിലവില് UP വിളിച്ചിട്ടില്ല. LP ആണ് ഇപ്പൊ അധിക ജില്ലയും വിളിച്ചതെന്ന് പറഞ്ഞു. UP ഇപ്പൊ ആകെ വിളിച്ചത് ഇപ്പൊ നിലവില് നിലനിൽക്കുന്ന ജില്ലകള് പിന്നെ വളരെ അപൂർവമാണ്. ഏതെങ്കിലും ജില്ലയിലുണ്ടോ നിങ്ങളെ അറിവില് UP ഉണ്ടോ? നിലവിൽ ഇപ്പൊ ലിസ്റ്റ് ഇല്ല, റാങ്ക് ലിസ്റ്റ് ഇല്ല എന്നുള്ളതാണ് എന്റെ അറിവ്. ഇല്ലില്ല ഇനി ഇല്ല. ഞാനിപ്പോ വയനാട് കാരണം വിളിക്കാറുണ്ട്, വയനാട് അതുപോലെ പല ജില്ല. ഇനിയിപ്പോ ഇപ്പൊ 4 ജില്ല വിളിച്ചു, ഇനി വയനാട് വിളിക്കും ഇൻഷാ അല്ലാഹ്. കണ്ണൂരുണ്ട്, കോഴിക്കോട് ഉണ്ടാകും, കണ്ണൂർ ഉണ്ടാകും. ഇതൊക്കെ അടുത്ത് വരാനുള്ള ജില്ലകളാണ്. കോഴിക്കോട് ഇപ്പൊ കഴിഞ്ഞു, പിന്നെ ഇതിൽ കഴിഞ്ഞില്ലേ. UP കഴിഞ്ഞോ? കോഴിക്കോട്, കൊല്ലം. LP അല്ലേ ഇനി? അല്ലേ, കോഴിക്കോട്, കൊല്ലം, എറണാകുളം എല്ലാം ഇപ്പൊ വിളിച്ചേ. അതെ ആലപ്പുഴ. നമ്മളൊക്കെ എഴുതിയത് കോഴിക്കോടാണ് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം. ഇനി 3 ജില്ല 4 ജില്ലയായിട്ട് വിളിക്കാണ്ട്, കണ്ണൂർ അടക്കം അല്ലേ? LP ഏകദേശം എല്ലാ ജില്ലകളും വിളിച്ചിരിക്കണ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ജില്ലകൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ കുറെ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് കയറാനുള്ള ഒരു സാധ്യത നമ്മളെ മുന്നിൽ കാണുകയാണ്. അതാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സുവർണാവസരം എന്ന് പറയുന്നത്. സാറേ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാല് അതില് കുറച്ച് പേരുണ്ടാവും, അവരെന്നെ അടുത്ത റാങ്ക് ലിസ്റ്റിലും ആദ്യം വരുന്നുണ്ട്. അപ്പൊ അവര് 2-3 ലിസ്റ്റിലും അവരെന്നാവും, വീണ്ടും പരീക്ഷ വരുമ്പോഴും അവരെഴുതും, അവരെന്നാവും നിൽക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കയറാനുള്ള ചാൻസ് ഇല്ലല്ലോ. അതിന് നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ PSCയുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു പുതിയ അടവാണ്. സർക്കാരിന് കുറെ ആളുകളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് അവരത് കാണുന്നത്. പക്ഷെ നമ്മളത് സ്വീകരിക്കേണ്ട രീതി എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ 3 ജില്ലയിലും ഒരേ ലിസ്റ്റില് ഏകദേശം സെയിം ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നമ്മളെ മുന്നിൽ ആകെ പണി ഇത് നമ്മൾ DDയിൽ പോയി ആദ്യം ബോധ്യപ്പെടുത്തലാണ്. 3 ജില്ല ഇപ്പൊ നിലവിൽ LP വിളിച്ചിട്ടുണ്ട് സാറേ. 3 ജില്ലയിലും റാങ്ക് ലിസ്റ്റിലുള്ള സെയിം ആളുകൾ. അതുകൊണ്ട് മാക്സിമം വലിയ ഷോർട്ട് ലിസ്റ്റ് ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ PSC മെമ്പർ, DD, അതുപോലെ തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരോ MLA-മാരെ നമുക്ക് കാണാൻ പറ്റുന്ന PSC ഓഫീസും ഒക്കെ ഇത് പരാതിയായിട്ട് കൊടുക്കുക, വിപുലമായ ലിസ്റ്റ് ഇടിപ്പിക്കുക. പല ജില്ലകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മലപ്പുറം LP ഒക്കെ 300 ജില്ല. എത്ര ആളാണ് സാർ അമീർ സാറാ ലാസ്റ്റ് ഉള്ളത്? മൊത്തം 319. മലപ്പുറം 390 അടുത്തുണ്ട്, വലിയ ലിസ്റ്റാണ്. അത്രയും വലിയ ലിസ്റ്റ് വന്നത് നമ്മൾ ഈ പറഞ്ഞ നിരന്തര പരിശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതില് ആ ഒരു മാർഗമേ ഉള്ളൂ. പിന്നെ ഒരു ജില്ല ജില്ല ഏത് ജില്ലയിലാണ് നിയമനം കിട്ടുന്നത് ആ ജില്ല അയാൾക്ക് ജോലി കിട്ടിയാൽ ഉടനെ നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിലും അയാളുണ്ടെന്നുണ്ടെങ്കിൽ വേഗം കണ്ണൂരിൽ പോയിട്ട് അയാളെ കൊണ്ട് എന്ത് ചെയ്യാ, വേഗം എഴുതി വാങ്ങി NJDയോ മറ്റോ അല്ലെങ്കിൽ റീച്ച്മെന്റ് ഒക്കെ എഴുതി വാങ്ങിച്ച് പിന്നെ ഇയാൾക്ക് ജോലി വേണ്ട എന്നുള്ള രൂപത്തിൽ എഴുതി കൊടുക്കാം. അതാണ് അതിലുള്ള ഒരു മാർഗം. അതിൽ നമ്മള് പിന്നിലെ റാങ്കിലുള്ളവർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ചിലപ്പോൾ അതിന്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ 40 ലക്ഷത്തിന് അങ്ങനെ 1000 റുപ്യ അല്ലെങ്കിൽ 2000 റുപ്യ മെനക്കെട്ടാൽ മതി. പക്ഷെ നമുക്ക് ഒരവസരം കിട്ടണേ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല.
ഓക്കെ, മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം 11 മണി ആയിട്ടുണ്ട്. ഇതിന്റെ റെക്കോർഡ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ല ഇതിന്റെ റെക്കോർഡ് ഇൻഷാല്ല നാളെ രാവിലെ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കൂടെ നമ്മള് അറബിക്ക് സിലബസിലുള്ളത് തന്നെ വരുന്നത്. ഇപ്പൊ 2 എക്സാം ഞാൻ എഴുതിയാലൊക്കെ പഠിച്ചത് തന്നെ അതേ ലെവലിൽ തന്നെ വരുന്നത്. പക്ഷെ GK നമ്മുടെ സിലബസിൽ പറയണ പോലെ അല്ല വരുന്നത്. ഒരു എക്സാമിന് ഒരു രൂപത്തിൽ വന്നാൽ നമ്മൾ ആ ഒരു ഏരിയ പഠിച്ചു പോയാൽ മറ്റേ എക്സാമിന് വേറെ തരത്തിലാ ചോദിക്കുക. അപ്പൊ കൃത്യമായിട്ടൊരു ഇത് അതിന് കാണുന്നില്ല GKക്ക്. നമ്മൾ എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്നുള്ളൊരു ഇത് പറഞ്ഞുതരാം. അതിന് സലീം സാറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനതിൽ മനസ്സിലാക്കിയത്, ഞാൻ പൊതുവെ GK പഠിക്കാൻ മടിയനാണ്. ഇപ്പൊ കഴിഞ്ഞ HSL ഈ കഴിഞ്ഞ ഹൈസ്കൂൾ മലപ്പുറം, ഞാനിപ്പോ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന ആ മലപ്പുറം ജില്ലയിലെ എക്സാമിന് ഞാൻ GK തൊട്ടില്ല. 20 മാർക്കിന്റെ ഭാഗം തൊടാതെയാണ് പോയത്. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അറബി മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്ത് കേവലം 85 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഏകദേശം എനിക്ക് 70 മാർക്കിന്റെ അടുത്താണ് ഞാൻ സ്കോർ ചെയ്തത്. ഹൈസ്കൂളിൽ കട്ട് ഓഫ് 51 വന്നത്. വളരെ ടൈറ്റ് എക്സാം ആയിരുന്നു. കാരണം അധികം നെഹവ് അങ്ങോട്ട് ഇട്ടിട്ട് കുടുക്കിയിരുന്നു. നെഹവിന്റെ ചോദ്യങ്ങൾ കൊണ്ടൊരു പൂരായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ HSIയുടെ ഫസ്റ്റ് റാങ്ക്, കാരണം എറണാകുളം ജില്ലയിൽ വാങ്ങിയവർക്ക് പോലും സപ്ലിയിൽ വന്നവരും അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങിയവർ പോലും പലരും പ്രയാസപ്പെട്ടിട്ടുണ്ട്. കാരണം കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആരും കുറ്റം പറയാൻ പറ്റില്ല. നല്ല LP റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 10 റാങ്കിൽ വന്ന ആൾക്കാർ ഹൈസ്കൂൾ ലിസ്റ്റിൽ പിന്നെ റാങ്ക് ലിസ്റ്റിൽ പോലും വന്നില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പൊ അത്രയും ഒരു തരം നമ്മൾ പ്രയാസപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത് എന്ന് പറയും. അപ്പൊ ഞാൻ മനസ്സിലാക്കി, നമുക്ക് തവക്കലുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം അറബിക്കിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അത് പഠിക്കാം. പക്ഷെ എന്നാലും മിനിമം നമ്മൾ ഈ പറഞ്ഞ സിലബസിൽ പറഞ്ഞ ആളുകളെ പഠിച്ചിട്ടെങ്കിൽ നമ്മൾ പോയാൽ ഒരു 10 മാർക്ക് GKന്റെ ഭാഗത്തുനിന്നും കൂടി ഒപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ PSC കയറിയല്ലോ. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജനറലിൽ നമ്മൾ അറബി മാക്സിമം പഠിച്ചു. അറബി നമ്മൾ ഒരിക്കലും ഒഴിവാക്കിയേക്കരുത്. അറബിയിൽ മാക്സിമം 80 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ട് പിന്നെ കിട്ടുന്ന സമയം നമ്മൾ GK കൂടി മാറ്റി വെച്ച് GKയിൽ എങ്ങനെ ചോദിച്ചാലും ഒരു 10 മാർക്കിന് ഉണ്ടാക്കും. അതിനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടാവും, ഉറപ്പാണ്. ഒരു 5 മാർക്കെങ്കിലും ഏതൊരു പൊട്ടൻക്കും എഴുതി വെറുതെ വായിച്ചാൽ കിട്ടുന്ന പോലത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. അത് നമുക്ക് കിട്ടാൻ പറ്റും. അതിൽ കൂടി കുറച്ചും കൂടി പഠിച്ച ഒരു 10 മാർക്ക് കൂടി വാങ്ങിയാൽ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ ഉറപ്പായിട്ട് ടോപ്പിൽ ഒരു ഫസ്റ്റത്തെ 10 റാങ്കിൻ്റെ ഉള്ളിൽ ആൾക്ക് വരാനും പറ്റും. പക്ഷെ നമ്മൾ പറ്റ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അതിന്റെ പേരിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കുറച്ച് ബാക്കോട്ട് പോകാനും സാധ്യത ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കണം. അതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കാം, ലാസ്റ്റത്തെ 1-2 ക്വസ്റ്റ്യൻസ് എക്സാം നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ 1-2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. അത് കുറച്ചല്ലേ പഠിക്കാറുള്ളൂ. എങ്ങനെയാലും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതെ, സ്ഥിര ചോദ്യം വരുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ബാക്കി നീ ഗ്രൂപ്പിലും അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ലിങ്ക് ഒന്ന് നീ കിട്ടാത്തവരുണ്ടെങ്കിൽ ആരെ ലിങ്ക് ചോദിച്ചു ഒന്ന് ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോദിക്കുക. ഇൻഷാല്ലാ നിങ്ങളെ മാക്സിമം സുഹൃത്തുക്കൾക്ക് അറിയിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് മെസ്സേജ് ബോക്സിൽ വിട്ടിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് മെസ്സേജ് ബോക്സിൽ വിട്ടിട്ടുണ്ട്. അതുപോലെ യൂട്യൂബ് ലൈവ് സ്ട്രീമിലും വിട്ടിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും അൽക്കലം അക്കാദമിയുടെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെ ഒരു സക്സസ് മീറ്റ് സംഘടിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ. റാങ്ക് ലിസ്റ്റിൽ നേടിയവരുടെ ഇൻഷാ അല്ലാഹ് അതില് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്ത നമ്മുടെ ഫാക്കൽറ്റീസിനും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ പേരല്ലേ സാറേ? ഓക്കെ. അസ്സലാമു അലൈക്കും.